കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ എന്താണെങ്കിൽ സമൂഹത്തിന്റെ ഒരു കൂട്ടക്കൊലയാണത്. നമ്മൾ എത്ര പുരോഗമനം പറഞ്ഞാലും ആ ഒരു രക്തത്തിൽ പങ്കില്ലെന്ന് പറയാനോ കഴിയില്ല. ഈ സമൂഹം അതിന് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. അത് ഹലോ, എത്താൻ കുറെ താമസിച്ചു. ഏതിലേക്കോ തെരഞ്ഞാ വന്നത്. എങ്ങനെ മുകളിലെത്തും? ഷാജി ഒരു കാര്യം ചെയ്യുക, ഇതിലെങ്ങനെ വരിക, ഇതിൽ വന്നോളൂ. വന്നിട്ട് ഒരു കാര്യം ചെയ്യാം, ഒരു വഴിയുണ്ട്, ഒരു വാതിലുണ്ട്. കണ്ടു ബാമ്പുവിന്റെ ആണ്, ശ്രദ്ധിക്കണം കേട്ടോ. പക്ഷെ ഒട്ടും ഭയപ്പെടണ്ട, ഇത് ഭയങ്കര സംഭവമാണല്ലോ. ഒട്ടും ഭയപ്പെടണ്ട. വളരെ സ്ട്രോങ് ആ. ഇതിന് ഒരുപാട് തെളിവുകളുണ്ട് സ്ട്രോങ് ആണെന്നുള്ളതിന്. വന്നോളൂ. ഇതിന് സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു മറ്റേ ഇരുമ്പിന്റെ കോണി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളൊക്കെ പേടി മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഒട്ടും ഭയപ്പെടണ്ട. എന്തായാലും ഉണ്ടല്ലോ, ഇത്രയൊരു ദൂരെ എത്തിപ്പെടാനേ ഇത് നല്ലൊരു സംഭവം കേട്ടോ. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഷാജി. വരൂ. ഇതൊരു ഭയങ്കര സംഭവമാണല്ലോ. എല്ലാം മുളയാണ് അല്ലേ? ഫുള്ള് മുളയാ. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതിന് താഴെ നമ്മളിത് കോൺക്രീറ്റിലാണ് ഉറപ്പിച്ചിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ ഫാദർ ജെയിംസ് അച്ഛന്റെ ഒരു ടെക്നോളജിയാ. മുകളിൽ അതേമാതിരി ഈ മറ്റേ സ്റ്റീലിന്റെ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താ പറയുക, ഇത് വളരെ ട്രീറ്റ് ചെയ്തെടുത്തിട്ടുള്ള മുളയാണ്. ട്രഡീഷണലി ട്രീറ്റ് ചെയ്തതാണ്. അതൊരു അറ്റ്ലീസ്റ്റ് ഒരു 50 years ഒക്കെ ഈ എനിക്ക് തോന്നുന്നു 15 വർഷമെങ്കിലും ഫാദറിന്റെ മുത്തങ്ങ ടൗണിലൊന്നുണ്ടല്ലോ. നോ 15 അല്ല അത്. അതൊക്കെ ഒരുപാട് വർഷമായി. ഞാൻ പറഞ്ഞത് അദ്ദേഹം ഇവിടെ വരുന്നത് 1980-ലാണ്. 80 വന്നിട്ട് ഇപ്പൊ ഏതാണ്ട് പിന്നെ 80 അദ്ദേഹം ആദ്യം വരുന്നത് 70-ലാണ്. പിന്നീട് അദ്ദേഹം ഇവിടെ സ്ഥിരമായിട്ട് വസിക്കാൻ തുടങ്ങുന്നത് ഏതാണ്ട് 80 മുതലാണ്. ആ കാലത്ത് മുതൽ പണിത ഈ ബാമ്പൂല് പണിത സംഭവങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ. അദ്ദേഹം ഉപയോഗിക്കുന്ന മുഴുവൻ പിന്നെ നിത്യോപയോഗ വസ്തുക്കളും മുളയിലുണ്ടാക്കി. അദ്ദേഹം തന്നെ ഉണ്ടാക്കിയത്. അതാണ് അതിൽ ഏറ്റവും അത്ഭുതം. അതിലൊരു വൈവിധ്യം നമുക്ക് കാണേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പം പിന്നെ അച്ഛൻ വരുന്നത് പിന്നെ തൊടുപുഴയിൽ നിന്നാണ്. പക്ഷേ ഇവിടെ ഈ വയനാട്ടിലെ മുത്തങ്ങയിലെ ആദിവാസികൾ എത്രയോ കാലമായി അവരുടെ ട്രഡീഷണൽ ആയിട്ട് അവർ മുള ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ മുള ഇത്ര ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനുള്ളൊരു ശീലം അല്ലെങ്കിൽ അതിന്റെ വിദ്യ മനസ്സിലാക്കുന്നത് ശരിക്കും അച്ഛനിൽ നിന്നാണ് വരിക. അതൊരു വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ശരിക്കും അപ്പൊ അച്ഛൻ പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഈ അവരെ ഞാൻ കുറച്ചുകൂടി മോഡിഫൈ ചെയ്തു എന്നാ ചില ടെക്നോളജികൾ. അതായത് അച്ഛൻ പറയുന്നത് 2 ജോയിന്റ് ഉണ്ടാക്കുക എന്നുള്ളതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ഈ ജോയിന്റ് എന്ന് പറയുന്ന അതിനൊരു ഒരു മെക്കാനിസം ഉണ്ട്. സാധാരണ രീതിയിൽ മരമൊക്കെ ഇതൊക്കെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ജോയിൻ ചെയ്തിരിക്കുക. അതെ, ഇതങ്ങനെയാണ്. പക്ഷെ മറ്റു പലതും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇങ്ങനെ വളച്ചെടുത്തിട്ടൊക്കെയാണ് അച്ഛൻ ചെയ്യുന്നത്. കസേരകളൊക്കെ നമുക്ക് ഇരിക്കാനുള്ള സ്റ്റൂളും ഒക്കെ അത് തീർച്ചയായും എല്ലാ സാധനങ്ങളും അങ്ങനെ. ഫോറസ്റ്റ് അടുത്താണല്ലോ ഇതന്നെ പൊതുവേ. അല്ല, ഇത് ഫോറസ്റ്റ് അടുത്താന്നല്ലേ എനിക്ക് തോന്നുന്നത്. പിന്നെ മുത്തങ്ങയിലെ ഫോറസ്റ്റിന്റെ ഉള്ളിലുള്ള ഒരു സ്ഥലമാണ്. ഏറ്റവും പിന്നെ ഇപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മുത്തങ്ങ റോഡിൽ നിന്ന് ഏതാണ്ട് ഒരു 3 കിലോമീറ്ററോളം വരും. ഈ 3 കിലോമീറ്റർ വയലാണ് മുഴുവനും. വയൽ കഴിഞ്ഞാൽ വയലിന്റെ 2 ഭാഗത്തും ഫോറസ്റ്റ് ആണ്. ഇതിപ്പോ ഈ എൻഡിലാണ് നിൽക്കുന്നത്. എൻഡിൽ ഇവിടെ തന്നെ ഒരു വലിയ ഒരു ഡാം അവരുണ്ടാക്കിയിട്ടുണ്ട്. ചെക്ക് ഡാമാണ്. അത് ഫോറസ്റ്റിലാണ്. അവിടെ എല്ലാ സമയത്തും വന്യമൃഗങ്ങൾ വന്ന് ഭക്ഷണം വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ തന്നെ കാണാം മാൻ കൂട്ടം ഇവിടെയൊക്കെ ഉണ്ടാവും ഈ സൈഡിലൂടെ. ഇപ്പൊ നമ്മൾ കാണാൻ ചെറിയൊരു പ്രയാസം ഉണ്ടെന്നേ. ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മൾ പോകുന്നതിന് മുമ്പ് എന്തായാലും വരും അവരൊക്കെ. വളരെ പിന്നെ അതായത് പിന്നെ ഈ ഒരു ഇവിടെ രാത്രിയിലൊക്കെ വന്ന് താമസിക്കാറുണ്ട് ചില ആളുകളൊക്കെ. വളരെ സ്വസ്ഥയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ. അവർക്കൊക്കെ ഈ തൊട്ടടുത്ത് തന്നെ നമ്മളെ ഈ വൈൽഡ് എലിഫ് ആന പോലെയുള്ള വൈൽഡ് അനിമൽസ് ഒക്കെ വരികയും കാണുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഒരു സൗകര്യം കൂടിയുണ്ട്. എന്തായാലും നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒന്ന് സംസാരിക്കാനേ ഈ മുത്തങ്ങ ഒരു പ്രദേശം തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് മുത്തങ്ങനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടാവുമല്ലോ. മുത്തങ്ങയുടെ നമുക്കത് ശരിക്കും മുത്തങ്ങ എന്ന് പറയുന്നത് എൻ്റെ ഇപ്പത്തിൽ ഈ പറയുന്ന 2003 ഒരു ആദിവാസി സമരത്തിന് മുമ്പ് തന്നെ പിന്നെ പേര് കേട്ടതാണ്. കാരണം നമ്മുടെ പിന്നെ വിദേശ പിന്നെ ഭരണം നമ്മൾ കീഴടക്കിയിരുന്ന സമയത്ത് അല്ലെങ്കിൽ വൈദേശിക ശക്തികൾ നമ്മൾ ഭരിച്ചിരുന്ന കാലത്ത് തന്നെ മുത്തങ്ങയ്ക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു. അത് കർണാടകയിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്ന ഒരിടമാണ്. വനം കഴിഞ്ഞിട്ട് ജനവാസം തുടങ്ങുന്ന ഒരു ഇടം എന്നുള്ള നിലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. സമീപകാലം വരെ അതിൻ്റെ ഒരു പ്രത്യേകത നിലനിന്നിരുന്നു. ആ രൂപത്തിൽ തന്നെ ഒരു ചരക്ക് ഗതാഗതമൊക്കെ ഉണ്ടായിരുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ഹിസ്റ്ററി ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രാചീനമായപ്പോൾ ട്രൈബിൻ്റെ ഒരു വിശ്വാസമൊക്കെ അനുസരിച്ചിട്ട് പിന്നെ ഇത് ഈ പണിയരുടെ ഒരു പിന്നെ പിതൃഭൂമിയാണെന്നാണ് അവരവകാശപ്പെടുന്നത്. അതിൻ്റെ പല തെളിവുകളും ഉണ്ട്.
ഇവിടെ. ഇതൊക്കെ ഒരു പക്ഷെ കർണാടകയുടെ ഭാഗമായിരിക്കും. ഇപ്പൊ ഈ ബത്തേരിയുടെ ഒരു പേര് തർക്കം വരുമ്പോൾ ഒരു കർണാടക നെയ്മൊക്കെ ഉയർന്നു വന്നിരുന്നല്ലോ. അല്ല ഇത് ഈ സ്ഥലങ്ങളെയൊക്കെ ഈ അതിരും ഭാഷാ അടിസ്ഥാനത്തിൽ വേർതിരിച്ചപ്പോഴല്ലേ ഇത് സംസ്ഥാനങ്ങളായത്. അല്ലെങ്കിൽ വനത്തിനും അല്ലെ വന്യജീവികൾക്കും ഒക്കെ എന്തോന്ന് അതിര് അതിലൊന്നൊരു പ്രസക്തി. തമിഴ്നാട്ടിലെ കടുവയാണ്, കേരളത്തിലെ ആനയാണ്. ഇത് മനുഷ്യൻ അങ്ങനെയാണെന്ന്. ഇപ്പം മനുഷ്യർ കൂടുതൽ പിന്നെ ലോകം വിശാലമാണെന്ന് പറയുകയും മനുഷ്യർ കൂടുതൽ സങ്കുചിതമാവുകയും ചെയ്യുന്ന ഒരു വിചിത്രതയും കൂടി ഉണ്ട് ഇതിൽ. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം, ഇപ്പം പിന്നെ നമ്മളെ കർണാടകയും തമിഴ്നാടുമായിട്ട് നമ്മൾ അതിർത്തി പങ്കിടുന്ന ഈ ചീരാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് വ്യത്യാസം നമുക്ക് പറയാൻ പറ്റില്ല, ഒന്നുമില്ല. ഗുണ്ടല്ലൂർ പോയാലും തമിഴ്നാടല്ലേ, ഗുണ്ടൽപേട്ട് പോയാലും വ്യത്യാസം. മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള അതിരുകളല്ലേ. അതുകൊണ്ടാണ് ഈ അനിമൽ കോൺഫ്ലിക്റ്റിന്റെ ഇഷ്യൂ വരുമ്പോൾ നമുക്ക് ഒരിക്കലും അതിന് ഉത്തരം കണ്ടെത്താൻ കഴിയാത്തത്. കാരണം നമ്മൾ പറയുന്ന നാട് എന്ന് പറയുന്നത് നമ്മളിപ്പം തുടങ്ങിയ നാട്ടുവാസാണ്. കാടായിരുന്നു ശരിക്കും വയനാട് മുഴുവനും. അപ്പോൾ ആ പ്രദേശത്തേക്കാണ് മനുഷ്യർ കുടിയേറി താമസിക്കുകയും അവരവരുടെ ഒരു ലോകം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം വന്യമൃഗങ്ങൾ എന്ന് പറയുന്നത് ശല്യമായി മാറിയിട്ടുണ്ട്. ഇത് എങ്ങനെ സാധ്യമാകും? അത് നമുക്കതിന് പരിഹാരം ഇല്ലാതായി പോകുന്നതുകൊണ്ടാണ്. നമ്മളുടെ നാടിൻ്റെ നിർവചനം എന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര വികലമാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുത്തങ്ങയിൽ വെച്ച് നമ്മൾ വീണ്ടും ഇങ്ങനെ കണ്ടുമുട്ടുമ്പോഴേ പിന്നെ ഒരു കാര്യം, മുത്തങ്ങയിലുമാണ് നമ്മൾ അന്ന് നിങ്ങൾ ഏഷ്യാനെറ്റ് റിപ്പോർട്ടറായിരുന്നോ? അന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനും ക്യാമറയൊക്കെ ചെയ്തിട്ടുണ്ട് മുത്തങ്ങ സമര കാലഘട്ടത്തിൽ. അന്ന് നമ്മൾ ഇന്നത്തോളം ഇത്ര സാങ്കേതികമായിട്ട് ഉയർന്നില്ല. ഇന്ന് ഓരോ മൊബൈൽ ഫോണുള്ളവരും ചാനലുകാരാണ്. അന്ന് ഒരു കാസറ്റൊക്കെ നമ്മളിങ്ങനെ ബസ്സിനൊക്കെ കൊടുത്തു വിടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ശരിക്കും ഈ മുത്തങ്ങ സമരത്തിൻ്റെ ആ കാലഘട്ടത്തെക്കുറിച്ചിട്ട് അത് നമ്മൾ ചില ഇടപെടലുകൾ നടത്തിയതും അതൊക്കെ ഒന്ന് വിശദീകരിച്ച് ഈ പുതിയ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട്. MK രാമദാസ് ഒരു പിടികിട്ടാപ്പള്ളി, MK രാമദാസ് ഒളിവിൽ, അതുപോലെ തന്നെ സുരേന്ദ്രൻ മാഷ് അറസ്റ്റിൽ, ജാനു ഒളിവിൽ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു കാലഘട്ടത്തിൽ പത്രങ്ങളിലൊക്കെ ഇത് നിറഞ്ഞു നിന്നിരുന്നു. അപ്പം നമ്മൾ ആ ഒരു പഴയ കാലഘട്ടം ഇപ്പോൾ 10-20 വർഷങ്ങൾ കഴിഞ്ഞു, അതിലേക്ക് നമ്മളൊന്ന് ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ 2003 മുത്തങ്ങയിൽ ഈ പറയുന്ന സംഭവങ്ങൾ ഉണ്ടാവുന്നത്. അതായത് പിന്നെ അതൊരു നമ്മൾ വയനാടിൻ്റെ ഒരു ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് വേണം നമ്മൾ മുത്തങ്ങയെക്കുറിച്ച് പിന്നെ പരാമർശിക്കാൻ. കാരണം വയനാട്ടിലെ പിന്നെ ആദിവാസി ജനത, തദ്ദേശീയരായിട്ടുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ആദിവാസികളാണ് ആയിരുന്നു. ഇവിടേക്ക് കുടിയേറ്റമാണ് സംഭവിക്കുന്നത്. കുടിയേറ്റത്തിൻ്റെ ഭാഗമായാണ് ഏതാണ്ട് ഒരു 10-50 വർഷത്തെ അരനൂറ്റാണ്ട് കാലത്തെ നിരന്തരമായ കുടിയേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ പറയുന്ന പിന്നെ വയനാട്ടിലെ ജനസംഖ്യയിൽ തന്നെ വലിയ മാറ്റം ഉണ്ടാവുകയും ഈ ആദിവാസികൾ, ഭൂരിപക്ഷമായിരുന്ന ആദിവാസികൾ ഏറ്റവും ചെറിയ ഒരു ഭാഗത്തായി ചുരുങ്ങുകയും ചെയ്തത് അങ്ങനെയാണ്. കാരണം 1930 ഒരു കണക്കനുസരിച്ചിട്ട് 30% അനാദിവാസികളും 70% ആദിവാസികളായിരുന്നു വയനാട്ടിലുണ്ടായിരുന്നത്. അത് 70 വർഷം കഴിഞ്ഞപ്പം വേറൊരു പാരഡൈം ഷിഫ്റ്റാണ് സംഭവിക്കുന്നത്. 70% അനാദിവാസികളായിട്ടുള്ള കുടിയേറി വന്ന മനുഷ്യർ 30% ആദിവാസികളായിട്ട് മാറി. ഇത് ഇവരുടെ ജീവിതത്തിൽ നിരന്തരമായ ഒരു സംഘർഷത്തിലേക്കാണ് വഴിമാറുന്നത്. കുടിയേറ്റത്തിൻ്റെ ആദ്യഘട്ടത്തിൽ വളരെ സഹവർത്തിത്വമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഇവർ തമ്മിലുള്ള ഒരു ശത്രുതയിലേക്കാണ് ഇത് മാറുന്നത്. പ്രത്യക്ഷത്തിൽ നമ്മൾ ശത്രുതയൊന്നും കാണുന്നില്ലെങ്കിൽ തന്നെ ആന്തരികമായി വലിയ വൈരുദ്ധ്യം ഇതിൻ്റെ ഉള്ളിൽ സംഭവിച്ചിരുന്നു. അപ്പം ഈ ആദിവാസികളുടെ കൈവശം ഉണ്ടായിരുന്ന ഭൂമി അവർക്ക് നഷ്ടപ്പെടുന്നു. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പല നിയമങ്ങളും വരികയൊക്കെ ചെയ്യുന്നു. ആദിവാസികളുടെയും തദ്ദേശീയരായിട്ടുള്ള മനുഷ്യരുടെയും ഭൂമി സംരക്ഷിക്കുന്നതിനും മറ്റുമായി ഉള്ള ഒരുപാട് നിയമങ്ങൾ വരുന്നു. ഈ നിയമങ്ങൾ മുഴുവനും ആദിവാസികൾക്ക് അനുകൂലമായാണ് നിർമ്മിക്കപ്പെട്ടതെങ്കിലും അതിൽ ഈ പറയുന്ന കുടിയേറ്റ ജനത അല്ലെങ്കിൽ വയനാട്ടിലെ ഭൂരിഭാഗം വരുന്ന ന്മാരായ മനുഷ്യർ അവർക്ക് വലിയ വിയോജിപ്പുകളുണ്ടായിരുന്നു. പക്ഷെ അതല്ലാതെ ഒരു പരിഷ്കൃത സമൂഹത്തിന് അതിനപ്പുറത്ത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കുടിയേറ്റക്കാരായിട്ടുള്ള മനുഷ്യരുടെ താല്പര്യങ്ങളെ ഈ നിയമം മൂലം എന്തെങ്കിലും തരത്തിൽ പരിരക്ഷ നൽകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അതിൻ്റെ തുടർച്ചയാണ് 1975 ആദിവാസി ഭൂനിയമമൊക്കെ വരുന്നത്. അങ്ങനെയാണ്. അപ്പം അതായത് അതുവരെ ഉണ്ടായിരുന്ന കൈവശം ഒരു നിശ്ചിത കാലം നിശ്ചയിച്ച് അതിന് മുമ്പുണ്ടായിരുന്ന കയ്യേറ്റങ്ങളെ മുഴുവനും നിയമപരമായി അംഗീകരിക്കുകയും അതിന് ശേഷമുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക എന്നുള്ള, അത് തിരിച്ച് അവർക്ക് ആ ആദിവാസികൾക്ക് ഭൂമി കൊടുക്കുക എന്നുള്ളതായിരുന്നു ആ ഒരു നിയമത്തിൻ്റെ കാതൽ. പക്ഷെ ആ നിയമം ഒരിക്കലും നടപ്പായില്ല. ഇങ്ങനെ നിരന്തരമായ ആദിവാസികൾ ഭൂരഹിതരാവുകയും ഭവനരഹിതരാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് വയനാട്ടിലെ ആദിവാസികൾക്കിടയിൽ ഒരു സമരം ഉയർന്നു വരുന്നത്. അപ്പോൾ ഈ സമരത്തിൻ്റെ ഒരു തുടർച്ചയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ വേണമെങ്കിൽ പറയാം ഒരു പ്രത്യേക ഘട്ടമാണ് ഈ 2003 ഉണ്ടാകുന്നത്. 2003 ഫെബ്രുവരിയിലാണ് മുത്തങ്ങയിൽ വെടിവെപ്പ് ഉണ്ടാകുന്നത്. 2003 ഫെബ്രുവരി 19 മുത്തങ്ങയിൽ വെടിവെപ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിലേക്ക് നയിച്ച ചില കാര്യങ്ങളുണ്ട്.
ഈ പിന്നെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളുടെ വാലായി നിന്ന ആദിവാസികൾ അവർ സ്വന്തമായി സംഘടിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഒരു വലിയ മാറ്റം ഈ കാലത്തുണ്ടായത്. കാരണം ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളൊന്നും തന്നെ തങ്ങളുടെ രക്ഷക്കെത്തില്ല എന്നുള്ള ഒരു ബോധ്യമാണ് ഇവരെ പിന്നെ സ്വന്തമായി സംഘടിപ്പിക്കാനും ഒക്കെ ഉണ്ടായത്. പിന്നെ അത് മാത്രമല്ല, ലോകത്തിൽ ആകമാനം തന്നെ തദ്ദേശീയരായിട്ടുള്ള മനുഷ്യർ സ്വന്തമായി സംഘടിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള അവർ പലയിടങ്ങളിലും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളൊരു ചരിത്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ CK ജാനുവിൻ്റെ നേതൃത്വത്തിൽ വയനാട്ടിൽ നടക്കുന്ന സമരം കഴിഞ്ഞ തുടർച്ചയായിട്ടുള്ള ഒരു 1998 മുതലൊക്കെ ഈ സമര രംഗത്ത് വരുന്നുണ്ട്. ഇത് അതിൻ്റെ ആദ്യഘട്ടത്തിൽ ചില NGOകളുടെ സഹായത്തോടു കൂടിയൊക്കെ ആയിരുന്നു ഈ ഒരു സംഘാടകത്തൊക്കെ നടന്നിരുന്നെങ്കിൽ പിന്നീട് അത് സ്വതന്ത്രരാവുകയും സ്വതന്ത്രമായിട്ടുള്ള ചില മൂവ്മെന്റിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അത് ആ സമരം 2001 തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുടിൽകെട്ടൽ സമരം നടത്തുന്നുണ്ട്. 101 ദിവസം പിന്നിട്ടിട്ടാണ് ആ സമരം അവസാനിക്കുന്നത്. ആ സമരം അവസാനിക്കുന്നത് അതുവരെ കേരളത്തിലുണ്ടായിട്ടില്ലാത്ത ഒരു വലിയ വിചിത്രമായ അത്ഭുതകരമായ ഒരു സംഭവം എന്നുള്ള നിലയിലാണ് അവസാനിച്ചത്. 2001 ഈ സമരം അവസാനിക്കുമ്പോൾ 101 ദിവസത്തിന് ശേഷം സമരം അവസാനിപ്പിക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി 7 മന്ത്രിമാർ 18 വകുപ്പ് സെക്രട്ടറിമാർ ഒപ്പിട്ട ഒരു എഴുതി തയ്യാറാക്കിയ കരാർ ഉണ്ടാക്കിയിട്ടാണ് ഈ സമരം അവസാനിപ്പിക്കുന്നത്. സമയബന്ധിതമായിട്ടുള്ളൊരു കരാറായിരുന്നത്. 5 വർഷം കൊണ്ട് വയനാട്ടിലെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ആദിവാസികൾക്കും ഭൂരഹിതരായിട്ടുള്ള മുഴുവൻ ആദിവാസികൾക്കും ഭൂമി ലഭ്യമാക്കുക എന്നുള്ളൊരു കൃത്യമായ ടൈം ബേസ്ഡ് ആയിട്ടുള്ളൊരു കരാറായിരുന്നത്. ഈ കരാറ് ഒരിക്കലും പാലിക്കപ്പെട്ടില്ല. 5 ഏക്കർ ഭൂമി വരെയാണ് അന്ന് ആ കരാറിൽ ആദിവാസികൾക്ക് ഓഫർ ചെയ്തിരുന്നത്. കേരളത്തിലെ എല്ലാ ആദിവാസികൾക്കും ഓരോ ആദിവാസി കുടുംബത്തിനും 5 ഏക്കർ മിനിമം ഭൂമി എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിലൊരു ഘടകം എന്ന് പറഞ്ഞത്. പക്ഷേ അത് ഒരിക്കലും പാലിക്കപ്പെട്ടില്ല, നിരന്തരമായി ലംഘിക്കപ്പെട്ടു. അതിനുശേഷം പലതവണ ഇവർ പലതരത്തിലുള്ള സമരം നടത്തിയിട്ടും അതിലൊന്നും വിജയിക്കാത്തപ്പോഴാണ് ഒരു സമരം എന്നുള്ള നിലയിലാണ് മുത്തങ്ങയിലെ വനഭൂമിയിൽ ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ CK ജാനുവും ഗീതാനന്ദനൊക്കെ നേതൃത്വത്തിൽ നൽകുന്ന ഒരു സമരം ഉണ്ടാകുന്നത്. വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ മുത്തങ്ങ എന്ന് പറയുന്ന ഈ ഭാഗത്താണ് ആ സമരം നടക്കുന്നത്. ഈ സമരം ഏതാണ്ട് 44 ദിവസം നീണ്ടു വന്നു. അങ്ങനെയാണ് ഒടുവിൽ അത് എത്തുന്നത്. അങ്ങനെ നിഷ്ഠൂരമായ, അതായത് ഒരു കുടിയേറ്റ ജനത ഒരു കുടിയേറ്റ കാലത്ത് ഒരു കുടിയേറ്റ സാമൂഹ്യ ക്രമത്തിൽ തദ്ദേശീയരായിട്ടുള്ള മനുഷ്യർ എങ്ങനെയാണ് ഇരകളാക്കപ്പെടുന്നത്, എങ്ങനെയാണ് അവർ ആക്രമിക്കപ്പെടുന്നത്, എങ്ങനെയാണ് അവർ വർണ്ണവിവേചനത്തിൻ്റെ പോലെ തന്നെ ഇവർ അധിക്ഷേപിക്കപ്പെടുന്നത്, അപമാനിക്കപ്പെടുന്നത്, പീഡിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് കൃത്യമായി കാണാൻ ആ ഒരു കാലത്തെ ഒരു സംഭവങ്ങൾ നമുക്ക് വ്യക്തമാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോൾ ഷാജിനെ പോലുള്ള ആളുകളൊക്കെ അങ്ങനെയായിരുന്നു ഈ ഒരു മാധ്യമ പ്രവർത്തനമൊക്കെ നടന്നിരുന്നത്. അതിൻ്റെയും ഒരു ശൈശവ ദശയാണ് യഥാർത്ഥത്തിൽ ഈ 2003 എന്നൊക്കെ പറയുന്നത്. ക്യാമറ പോലും വളരെ പഴയ, ഇപ്പോഴും നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റാത്ത ഒരു കാലത്തായിരുന്നു എന്ന് നമുക്ക് അറിയണം. അപ്പം അന്ന് ആ ഒരു സംഭവത്തിന് ശേഷം അതിൽ ഗവൺമെൻറ്റിന് പലപ്പോഴും ഭരണകൂടം അങ്ങനെയാണ്, ഭരണകൂടം യഥാർത്ഥത്തിലുള്ള മനുഷ്യരുടെ ആവശ്യങ്ങളെ നിരാകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിക്കാൻ വേണ്ടിയിട്ട് പല കഥകൾ ഉണ്ടാക്കുകയും കള്ളക്കഥകൾ മെനയുകയൊക്കെ ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൽ നമ്മൾ ഈ തീവ്രവാദ ബന്ധം ആരോപിക്കുകയും ഈ സമരം അക്രമാസക്തമായി എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ട് അതിന് ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളെ മുഴുവനും കള്ളക്കേസ് എടുക്കുക, അവർക്കെതിരെ അവരെ പിടിച്ച് ജയിലിടുക എന്നൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായത്. അപ്പോൾ KK സുരേന്ദ്രനൊക്കെ അങ്ങനെയാണ് ആ കേസിൽ പ്രതിയാവുന്നത്. എൻ്റെ പേരിലും ഞാനൊരു മാധ്യമപ്രവർത്തനമായിരുന്നു പൂർണ്ണമായിട്ടും. അപ്പോൾ എൻ്റെ പേരിലും ഇതേപോലുള്ള കേസാണ്. ഈ കൊലക്കുറ്റം അടക്കമുള്ള പോലീസുകാരൻ കൊല ചെയ്യപ്പെട്ടത് ഉൾപ്പെടെയുള്ള കേസുകൾ ചുമത്തുകയും ഒക്കെയാണ് ചെയ്തത്. ഒടുവിൽ അത് പല രീതിയിൽ പലതരത്തിലുള്ള അന്വേഷണ കമ്മീഷനുകൾ വെക്കുകയൊക്കെ ചെയ്തിട്ടും CBI വന്ന് അന്വേഷിച്ചിട്ടാണ് പിന്നെ ഒടുവിൽ എന്നെയും KK സുരേന്ദ്രനെയൊക്കെ കുറ്റവിമുക്തനാക്കുന്നത്. ദീർഘകാലത്തെ ഒരു ഒളിവിലൊക്കെ നമുക്ക് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ പറയുന്നത് എൻ്റേതൊക്കെ വളരെ വേണമെങ്കിൽ വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എത്രയോ നിരപരാധികളായിട്ടുള്ള 100 കണക്കിന് ആദിവാസികൾ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. പിന്നെ അതിനുശേഷമുള്ള ഒരു 10-15 വർഷം അല്ലെങ്കിൽ 20 വർഷത്തൊക്കെ കണക്കെടുത്ത് നോക്കേണ്ട ഏതാണ്ട് 50ഓളം ആളുകളാണ് ആ ഒരൊറ്റ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ മൃതപ്രായരായിട്ട് മരണമടഞ്ഞിട്ടുള്ളത്. പലരും അതിക്രൂരമായ മർദ്ദനത്തിനിരയായിട്ടാണ് ഇവരെല്ലാവരും. അതായത് ഇവർ ഓരോ രോഗം വന്നിട്ടും അല്ലെങ്കിൽ പല തരത്തിലുള്ള ആളുകളായിട്ട് മരിച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിൻ്റെ കണക്കുകൾ ഇപ്പോഴും ലഭ്യമാണ്. ഏതാണ്ട് 50-40 ആളുകൾ ഈ രൂപത്തിൽ തന്നെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ എന്തെങ്കിലും സമൂഹത്തിൻ്റെ ഒരു കൂട്ടക്കൊലയാണത്.
നമ്മൾ എത്ര പുരോഗമനം പറഞ്ഞാലും ആ ഒരു രക്തത്തിൽ പങ്കില്ലെന്ന് പറയാനോ കഴിയില്ല. ഈ സമൂഹം അതിന് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. അത് കാരണം നമ്മൾ ഇപ്പം പിന്നെ ആമസോണിലെ പിന്നെ ആദിവാസികൾക്ക് വേണ്ടിയും ആഫ്രിക്കയിലെ ആദിവാസികൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന ഭരണകൂടവും ഭരണ സംവിധാനങ്ങളും നമ്മുടെ പൊതുസമൂഹവുമാണ്. ഒരു നാട്ടിലുള്ള മനുഷ്യരെ മുഴുവനും നിരാശ്രയരായിട്ടുള്ള പാവം മനുഷ്യരെ തല്ലിച്ചതച്ച് പിന്നെ ജയിലിലിട്ട് പീഡിപ്പിച്ച് അതായത് കൊലക്കെടുത്ത് എത്തിയത്. അപ്പൊ ഇത് എന്തായാലും നമ്മൾ ഒരിക്കൽ നമ്മൾ ഇതിന് മാപ്പ് പറയേണ്ടി വരും നമ്മൾ ഈ മനുഷ്യരോട്. ഇത് ലോകം നിലനിൽക്കുകയും ഈ പരിഷ്കൃത സമൂഹം മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിനൊന്നും മറുപടി പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഭാഷയ്ക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. അല്ല, അതാണ് നമ്മളിപ്പോ ഇപ്പോൾ തന്നെ ഗവൺമെന്റ് അപ്പൊ അന്നത്തെ ഒരു വളരെ വേറെ മറ്റ് പല നമുക്ക് പിന്നെ അത്ഭുതകരമായി തോന്നുന്ന പലതും സംഭവിച്ചു. അന്ന് ഭരണപക്ഷത്തുണ്ടായിരുന്ന പിന്നെ കോൺഗ്രസിനെതിരെ വലിയ ഈ ആദിവാസികളുടെ ഈ പീഡനം ചൂണ്ടിക്കാണിച്ചിട്ടാണ് അടുത്ത് പിന്നെ ഗവൺമെന്റ് വരുന്നത്, VS അച്യുതാനന്ദ ഗവൺമെന്റ് വരുന്നത്. ആ ഗവൺമെന്റ് വന്നിട്ട് ഒന്നും ചെയ്തില്ല ഈ ആദിവാസികളുടെ ഇതേ നേരത്തില്ല. അതായത് പിന്നെ ആന്റണിയുടെ പോലീസ് ഇവരെ തല്ലിച്ചതയ്ക്കാൻ കൂട്ടുന്നെങ്കിൽ പിന്നീട് എന്താണെങ്കിൽ പാർട്ടി ഉൾപ്പെടെ ഉള്ള ആളുകൾ ചേർന്നിട്ടാണ് ഇവരെ ഒരു അരിക്കാക്കുന്നത്. ഈ മനുഷ്യരെ മുഴുവനും ഒന്നും ചെയ്തില്ല എന്നല്ല. വയനാട്ടിലെ അല്ലെങ്കിൽ പറയുന്ന ഈ കേരളത്തിലെ ആദിവാസികൾക്ക് വേണ്ടി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഒരു പങ്കും നിർവഹിക്കാൻ കഴിഞ്ഞില്ല. ഇല്ല, അത് മാത്രമല്ല, ഈ ജാനുവിന്റെ സമരം അവിടെ നടക്കുമ്പോൾ ഇവിടെ ഈ റോഡിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ സംയുക്ത പ്രകടനം ഞാൻ പറഞ്ഞതാണ്. നമ്മളടുത്ത് ഇപ്പോൾ ആ വിഷ്വലുകൾ കാണണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെങ്കിൽ ഈ ഇവരെ വെടിവെച്ച് കൊല്ലൂ എന്ന് ആർത്ത് വിളിക്കുന്ന ജനക്കൂട്ടം ഇപ്പോഴുള്ള മറ്റേ നമ്മുടെ CPM-ന്റെ ഒക്കെ വലിയ നേതാവായിട്ടുള്ള CK ശശീന്ദ്രനൊക്കെ നേതൃത്വം നൽകുന്ന ആളുകളാണ് ഇവിടെ വെടിവെച്ച് കൊല്ലൂ അല്ലെങ്കിൽ ഞങ്ങൾ കാട്ടിലേക്ക് കയറും എന്ന് പറഞ്ഞ് പ്രകടനം നടത്തുന്നു. BJP-യും കോൺഗ്രസും CPM-ഉം ലീഗും ഒക്കെ ഉണ്ടായിരുന്നു അന്ന്. അപ്പൊ ഇങ്ങനെ നിരവധി, അതായത് സാധാരണ നമ്മളൊരു പരിഷ്കൃത സമൂഹത്തിൽ കാണാൻ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിരവധി എന്താ പറയുക പിന്നെ മുഹൂർത്തങ്ങൾക്ക് ഈ പറയുന്ന മുത്തങ്ങ സംഭവം സാക്ഷിയായിട്ടുണ്ട്. അത് ശരിക്കും എനിക്ക് തോന്നുന്നു വയനാടിന്റെ ഹിസ്റ്ററിയെ മൂന്നായിട്ടൊക്കെ പകുക്കേണ്ടി മുമ്പും പിൻപും എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം ശരിക്കും ആദിവാസികളുടെ സ്വയം സംഘടിക്കാനുള്ള അവരുടെ ശേഷിയെ മുഴുവനും തകർത്ത് കളയുക ചെയ്തത് ആ ഒരു സംഭവം. അങ്ങനെയും കൂടി നമ്മൾ ഇതിന് ഈ സമരത്തെ വിലയിരുത്തേണ്ടതുണ്ട്. സ്വന്തം സംഘടിക്കാനുള്ള എല്ലാ ശേഷിയും അവർ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. അല്ലെ, ഈ ആദിവാസിയുടെ ഭൂമി ആദിവാസികൾക്ക് എന്നുള്ള ആ ഒരു വാദത്തിൽ നിന്ന് ആദിവാസിക്ക് പകരം ഭൂമി എന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് ഈ സമരം എത്തിച്ചോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അല്ല, പലതരത്തിലാണ് ഈ സംഭവം വന്നിട്ടുള്ളത്. കാരണം ഈ നമ്മളെ പറയുന്ന ഈ ദുർബലരായിക്കൊണ്ടിരിക്കുന്ന പിന്നെ തദ്ദേശീയരായിട്ടുള്ള മനുഷ്യരുടെ ഒരു പ്രതീകമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ് യഥാർത്ഥത്തിൽ ഈ മുദ്രാവാക്യങ്ങൾ ഇങ്ങനെ ലഘൂകരിച്ചു വരുന്നത്. അതേ ഭൂമി എന്ന് സത്യത്തിൽ മനുഷ്യന്റെ ഇപ്പം നമുക്കറിയാം, ഒരു റീലൊക്കേഷൻ ഒരു വൈൽഡ് അനിമലിനെ റീലൊക്കേറ്റ് ചെയ്യുന്നത് പോലും നിയമവിരുദ്ധമാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണ്, അതിന് ജീവിക്കാനുള്ള ഭൂമിയിൽ ജീവിക്കാനുള്ള അതിൻ്റെ അവകാശത്തിന് വിരുദ്ധമാണ്. നമ്മളത് തകർക്കുകയാണ് ചെയ്യുന്നത് ഈ സാധനം. ഇപ്പോൾ ഒരു കടുവയെ കാട്ടിൽ നിന്ന് അല്ലെങ്കിൽ നാട്ടിലിറങ്ങിയ ഒരു കടുവയെ പിടിച്ച് അല്ലെങ്കിൽ കൂട്ടിലാക്കി കെണിവെച്ച് പിടിച്ച് മറ്റൊരിടത്ത് കൊണ്ടുപോയാക്കുന്നത് പോലും അതിന് പിന്നീട് അവിടെ നിലനിൽക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് കാട് എന്ന് പറയുന്നത് ഈ പറയുന്ന ആദിവാസികൾക്കും കൂടി ചേർന്നതാണ്. അപ്പം അങ്ങനെ ഒരു സാധനം ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. അവർ അധ്വാനിച്ചുകൊണ്ടിരുന്ന ഭൂമി അവരുടേതായ അല്ലാതായി മാറി. എന്നിട്ട് നമ്മൾ അതിന് പകരം കാണുന്നത് വേറൊരിടത്ത് ഒട്ടും താമസിക്കാൻ പോലും കഴിയാത്തൊരു ഇടത്തേക്ക് അവർ മാറ്റുക എന്നുള്ളതാണ്. ഇതൊക്കെ എത്രയോ കാലമായി, എത്രയോ നൂറ്റാണ്ടുകളായി ഈ സാമ്രാജ്യത്വ കക്ഷികൾ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യവിരുദ്ധമായ പ്രവർത്തനങ്ങളുടെ ഒരു കണ്ണിയായിട്ട് മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ പറ്റൂ. അല്ല, നമ്മൾ ഈ റിസർവ് വനം തെരഞ്ഞെടുത്തപ്പോൾ അതേ കാലഘട്ടത്തിൽ തന്നെ ഈ CPM-ന്റെ നേതൃത്വത്തിലുള്ള സമരങ്ങളൊക്കെ മറ്റു പല മേഖലകളിലേക്ക് തിരഞ്ഞെടുത്തു. അവരൊക്കെ ഇപ്പോഴും അവിടെ കുടികെട്ടി താമസിക്കുന്നുണ്ട്. അല്ല, ഇതിന്റെ അതിന് നമുക്ക് വേറിട്ട് കാണണ്ട. കാരണം പിന്നെ ഇടതുപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് CPM പോലുള്ള പാർട്ടികൾ ഒക്കെ അവരുടെ സമരത്തെ അല്ലാത്ത എല്ലാ സമരങ്ങളെയും എല്ലാ ജനാധിപത്യ സമരങ്ങളെയും തകർക്കുക എന്നുള്ളത് ഒരു തന്ത്രമാണ് എല്ലാ കാലത്തും. ഈ മുത്തങ്ങയിൽ വളരെ പ്രക്ഷുബ്ധമായ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ പറയുന്ന റോഡരികിലുള്ള പലയിടങ്ങളും റിസർവ് ഫോറസ്റ്റിൽ അവർ കയ്യേറുന്നത്. ഒരു 5 സെന്റ് ഭൂമിയാണ് അവർക്ക് കൊടുക്കുന്നത്. വീണ്ടും ഇതൊരു തരം ചതിയാണ്. ഈ ഭൂമിയുടെ അവകാശം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ റൈറ്റാണ്. എന്ത് നിയമങ്ങൾ ഉണ്ടാക്കിയാലും കാടാണ് വേണ്ടത്, അല്ലെങ്കിൽ മറ്റെന്ത് നിയമങ്ങൾ ഉണ്ടാക്കിയാലും പ്ലാന്റേഷൻ വേണം, ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ മനുഷ്യന്റെ റൈറ്റുണ്ട്. ആ റൈറ്റിന്റെ അതിന്റെ വിരുദ്ധമാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ഈ വീണ്ടും അവർ 5 സെന്റ് ഭൂമിയിലേക്ക് ഒതുക്കി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം. അവരുടെ എന്താണ് ഇപ്പൊ അവർക്ക് ഭൂമിക്ക് കൊടുത്തുള്ളത്? എന്ത് റൈറ്റാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്? അവരവിടെ താമസിക്കുന്ന ഉള്ളിലേക്ക് വെച്ചിട്ട് വേറെ ഒന്നുമില്ല. അവർക്ക് ആ ഭൂമിക്ക് മുകളിൽ ഒരു റൈറ്റും ഇല്ല ഇപ്പോഴും. പക്ഷെ നമ്മളൊന്നും ഉണ്ടെന്നില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റൊന്നുമില്ല. അതിൽ ആ ഭൂമിയെ ഒന്നും കൈമാറാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താണ് ആ സമരം കൊണ്ടുള്ള ഫലം എന്ന് പറയുന്നത്?
ഇവരെ എല്ലാ കാലത്തും ഇവരുടെ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഉപയോഗിക്കുക, ഇവരുടെ ജാഥയ്ക്ക് നീളം കൂട്ടാനുള്ള ആളുകളായിട്ട് ഉപയോഗിക്കുക എന്നതിൽ കവിഞ്ഞ ആദിവാസികളുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏറ്റവും താഴെ തട്ടിലുള്ള മനുഷ്യരുടെയോ എന്തെങ്കിലും ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടികളും നമ്മളുടെ ഈ ഭയങ്കര പുരോഗമനപരമെന്ന് അവകാശപ്പെടുന്ന ഈ ലെഫ്റ്റ് കക്ഷികളോ അല്ലെങ്കിൽ ഗവൺമെന്റുകളോ പിന്നെ കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളെ ഈ മുത്തങ്ങക്ക് ശേഷമേ ഇപ്പോൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞു പോയി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ ആളുകൾക്ക് ഇതിനോടുള്ള സമീപനമോ അല്ലെങ്കിൽ ആളുകൾക്ക് ഇവരോടുള്ള സമീപനമോ ഗവൺമെന്റുകൾക്ക് ഇവരോടുള്ള സമീപനത്തിലോ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട്ടിൽ? വളരെ പിന്നെ നമുക്ക് അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുത്തങ്ങ സമരം നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണെങ്കിൽ ആദിവാസികളുടെ സ്വയം സംഘടിക്കാനുള്ള എല്ലാ അവരുടെ ഊർജത്തെയും തകർക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഫലം എന്ന് പറയുന്നത് അവരുടെ ഈ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇവരുടെ മൂവ്മെൻറ്റ് ഈ പറയുന്ന പിന്നെ മുഴുവൻ തകരുകയും ആ തകർച്ചയിൽ നിന്ന് മുതലെടുക്കാനുള്ള ഒരു ശ്രമമാണ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയത്. ഇപ്പോൾ CPM പോലുള്ള പാർട്ടികൾ അതിനുശേഷം AKs രൂപീകരിക്കുന്നു, പിന്നെ PKs രൂപീകരിക്കുന്നു. ഇങ്ങനെ അതായത് സ്വത്വരാഷ്ട്രീയത്തെ ഉന്നയിക്കാൻ, സ്വത്വരാഷ്ട്രീയം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് നിഷിദ്ധമായിരുന്നു അതുവരെ. പക്ഷേ ആ സ്വത്വരാഷ്ട്രീയത്തിൻ്റെ ആ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന AKs ഒക്കെ ആദിവാസി ക്ഷേമ സമിതി രൂപീകരിക്കുന്നത്. അപ്പം ഈ പറയുന്ന നമ്മളുടെ പിന്നെ ഈ ആദിവാസി മൂവ്മെൻറ്റിൻ്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ അവർ ഈ പറയുന്ന അവരുടെ ഭരണശക്തിയോ അല്ലെങ്കിൽ ഒരു സംഘടനാ ശക്തിയൊക്കെ ഉപയോഗിച്ച് ഇവരെല്ലാവരും അവരുടെ പങ്കാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നീട് യഥാർത്ഥത്തിൽ ഒരു 10 വർഷത്തോളം വലിയൊരു നിശബ്ദത ഈ പറയുന്ന ആദിവാസികളുടെ സമര രംഗത്തുണ്ടായി എന്നുള്ളതാണ് മുത്തങ്ങയുടെ ഒരു കോൺസിക്വൻസസ്. ഒരു ഗവൺമെന്റിനും യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള ഈ ആദിവാസി അനുകൂലമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും പിന്നെ ഫലപ്രദമായിട്ടുള്ള ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല, ഒരു ഗവൺമെന്റിനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് നിയമങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ദുർബലമാക്കപ്പെടുകയാണ് ചെയ്ത്. ഈ പറയുന്ന അന്യാധീനപ്പെട്ട ആദിവാസികളുടെ ഭൂനിയമം പിന്നെ പൂർണ്ണമായിട്ട് അട്ടിമറിച്ചു. അതുകൂടാതെ അതിനെതിരെ ഉണ്ടാകുന്ന ശബ്ദങ്ങളെ മുഴുവനും തീവ്രവാദത്തിൻ്റെ ലേവലൊട്ടിച്ച് അത് തല്ലിയൊതുക്കി. പിന്നെ ഇതിന് സമൂഹത്തിൻ്റെ വലിയ പിന്തുണയുണ്ടായിരുന്നു. ഭയങ്കര വിചിത്രമായിട്ടുള്ള ഒരു കാര്യം, വയനാട്ടിലെ പ്രകൃതി സംരക്ഷണ പ്രവർത്തകർ പോലും, പ്രകൃതി സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു സംഘടന പോലും ഈ പറയുന്ന ആദിവാസികൾക്കെതിരെ വലിയ ഒരു എന്താ പറയുക ഒരു പ്രചരണ പിന്നെ കോലാഹലം തന്നെയാണ് ഉണ്ടാക്കിയത്. ഗവൺമെന്റിന് വേണ്ടി ഗവൺമെന്റിന് വേണ്ടി പിന്നെ സമൂഹത്തിലെ ഈ പറയുന്ന പാവം മനുഷ്യരെ പിന്നെ എന്താ പറയുക ഒരു പാർശ്വവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ പിന്നെ എഫേർട്ടുമാണ് അവർ ഈ ഘട്ടത്തിലൊക്കെ ഉപയോഗിച്ചത്. ആദിവാസികളിൽ മനുഷ്യരെ കൂടി ഉൾക്കൊള്ളുന്ന, ഈ ആദിവാസികൾ കൂടി ഉൾക്കൊള്ളുന്ന ഒരു പ്രകൃതി അല്ലാതെ വയനാട്ടിൽ എന്തിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുക ഷാജി? നമുക്കൊരിക്കലും കഴിയില്ല അത്. അപ്പം നമുക്കത് മനസ്സിലാക്കുന്ന ഈ ഇത്തരത്തിലുള്ള ഒരു ഭയങ്കര കൃത്യമായ ഒരു സമരത്തെ തല്ലി ഒതുക്കുന്നതിൽ ഈ പറയുന്ന ഗവൺമെന്റോ അല്ലെങ്കിൽ ഭരണകൂടം മാത്രമല്ല അതിൻ്റെതായിട്ട് പങ്കുവഹിച്ചിട്ട് ഇവിടുത്തെ എല്ലാ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾക്കും അതിൽ പങ്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മുത്തങ്ങയുടെ സമരത്തെ നമുക്ക് ഒരു ചരിത്രത്തിലൊരു വലിയ ഒരു എന്താ പറയുക ഒരു കളങ്കമായി സമൂഹത്തിന് ഏറ്റവും ഒരു കളങ്കമായി കരുതുമ്പോഴും ആദിവാസികളുടെ ഈ പോരാട്ടത്തെ ശരിക്കും ശിഥിലമാക്കാൻ അത് ഉപകരിച്ചു എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ ഏറ്റവും അടുത്തുള്ള കാര്യങ്ങൾ പോലും വയനാട്ടിലേക്ക് ആദിവാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ദയനീയമാണ് അവരുടെ കാര്യം. ഞാനൊക്കെ പത്രപ്രവർത്തനം നടത്തുന്ന കാലത്ത് എനിക്ക് മനസ്സിലാവും അത്. ആ കാലത്ത് ഈ പറയുന്ന ഞാനൊക്കെ കാണുന്ന ഈ പറയുന്ന ആദിവാസികളുടെ കുടിലുകൾ ഒക്കെ പോകുന്ന സമയത്ത് നമുക്കറിയാം നല്ല ശക്തിയുള്ള ആരോഗ്യമുള്ള പിന്നെ മനുഷ്യരുണ്ടായിരുന്നു, അവിടെ സ്ത്രീകളുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. ഇപ്പൊ കോളനികൾ അങ്ങനെയൊന്നുമല്ല, ശരിക്കും അനീമിക്കാണ് ഇവിടെയുള്ള ഏതാണ്ട് ഭൂരിഭാഗം ആദിവാസി സ്ത്രീകളും. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി പോപ്പുലേഷൻ ആയിട്ടുള്ള പണിയരുടെ കാര്യം, ആ സമൂഹം തന്നെ ഏതാണ്ട് പിന്നെ വംശനാശത്തിന്റെ വക്കിലാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. മുഴുവൻ സ്ത്രീകളും ഇവിടുത്തെ മുഴുവൻ ഏതാണ്ട് പണിയ ഗോത്രത്തിലുള്ള മുഴുവൻ സ്ത്രീകളും അനീമിക്കാണ്. അവരുടെ കുട്ടികൾ ബൈ ബർത്ത് മരിച്ചു പോവാണ്, ഗർഭസ്ഥ ശിശുക്കൾ മരിച്ചു പോകുന്നു, മെറ്റേണൽ ഡെലിവറി ഇത് ഡെത്ത് ഉണ്ടാകുകയാണ്. ഇവിടെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ മരിച്ചു പോകുന്നു. വീടുകളിൽ ഇപ്പോഴും ദുരിതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ വീടിൻ്റെ ഈ പറയുന്ന പിന്നെ ചോർന്നൊലിക്കുന്ന വീടുകളിൽ പിന്നെ മരിച്ചു പോകുന്നുണ്ട് ആദിവാസി സ്ത്രീകൾ. പട്ടിണി ഉണ്ട് അവർക്കിടയിൽ. നമുക്കറിയാം ഇപ്പൊ ഈ നൂൽപ്പുഴ, അപ്പൊ നമ്മൾ നൂൽപ്പുഴയിലാണ് നിൽക്കുന്നത്. ഈ മുത്തങ്ങ ഉൾപ്പെടുന്ന ഈ കാടുള്ള നൂൽപ്പുഴയിലാണ് നമ്മൾ നിൽക്കുന്നത്. കേരളത്തിലെ 2ാമത്തെ ആദിവാസികൾ ഏറ്റവും കൂടുതലുള്ള ഒരു പഞ്ചായത്താണ് നൂൽപ്പുഴ എന്ന് പറയുന്നത്. ഏതാണ്ട് 43% ആദിവാസികളുണ്ട്. ഇവിടുത്തെ പിന്നെ എന്താ പറയുക നൂൽപ്പുഴ പഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നുണ്ടെങ്കിൽ വലിയ നിലയിലുള്ളൊരു ആരോഗ്യ കേന്ദ്രമാണ്, ഒരുപാട് അവാർഡുകൾ കിട്ടുന്നു. പക്ഷെ അവിടെയാണ് ഈ പറയുന്ന 2 മാസം മുമ്പ് ഏതാണ്ട് 3 പേര് കോളറ വന്ന് മരിച്ചത്. എന്താണ് കോളറ എന്ന് പറയുന്നത്? എന്തിൻ്റെ ഇൻഡിക്കേഷനാണ്?
ഒരു സമൂഹത്തിന്റെ അനാരോഗ്യത്തിന്റെ ഇൻഡിക്കേഷനാണ്, കറക്റ്റായിട്ടുള്ള ഇൻഡിക്കേഷനാണ് ഈ പറയുന്ന കോളറ. എങ്ങനെയാ കോളറ വരുന്നത്? നമ്മൾ അവിടെ എന്താണെന്നറിയാം ചെയ്യുന്നത്, കോടിക്കണക്കിന് രൂപയാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഫണ്ട് വാങ്ങിയിട്ട് നമ്മുടെ ഈ പറയുന്ന മുത്തങ്ങ പോലെ നൂൽപ്പുഴയിലെ PH സെന്ററിൽ വിനിയോഗിക്കുന്നത്. അവിടെ ജിം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അവര്. എന്തൊരു ദുരന്തമാണ് ഈ കാര്യം. ഇതാണ് നമ്മൾ മുത്തങ്ങയുടെ ഒരു അനന്തര ഫലം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണേണ്ടത് ഇതും കൂടിയാണ്. കുറേ നേരമായില്ലേ നമ്മൾ സംസാരിക്കുന്നു, നമുക്ക് ഇതിൻ്റെ പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം. ഈ ബാംബൂസിൽ നിന്ന് ബാംബൂസ് നന്നായിട്ടുണ്ട് കേട്ടോ. ഏതായാലും ഈ മുറി അടച്ചിട്ട് നമുക്ക് പോകാം. നമ്മൾ മാത്രമല്ലേ, നമുക്ക് താക്കോലൊക്കെ തന്നല്ലേ ഇത് നമുക്ക് അവിടെ കൊടുക്കും. ഫാദറിനെ ഒരിക്കൽ നമുക്കൊന്ന് കാണണം കേട്ടോ. പിന്നെ തീർച്ചയായും ഫാദർ ഇവിടെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നതേ നമുക്ക് ഫാദറിനെ കാണാം. നമുക്ക് ഇനി പുറത്തിറങ്ങിയിട്ട് നമുക്ക് സംസാരിക്കാം. തീർച്ചയായും. നമ്മളെ ഈ ഫാദർ ഈ വയനാട്ടുകാരൻ തന്നെയാണോ? അല്ല, ഫാദർ ജെയിംസ് ചക്കാലക്കൽ പിന്നെ തൊടുപുഴയിലെ വാഴക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് വാഴക്കുളം ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ അതൊക്കെ പിന്നെ പുതിയ കാലത്തിന്റെ ഒരു സംഭവമല്ലേ. അപ്പൊ അത് ഈ ദൈവവിളി ഉണ്ടായിട്ടാണ് അച്ഛൻ പോകുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് അച്ഛൻ പറയുന്നുണ്ട് വളരെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചില പരീക്ഷണങ്ങളിലൊക്കെ ദൈവവിളിയൊന്നുമില്ല, അന്നത്തെ ഒരു സാമൂഹിക സാഹചര്യം എന്നാ പറഞ്ഞത്. പക്ഷെ എന്തായാലും അദ്ദേഹം നമ്മൾ കാണുന്ന രണ്ട് തരത്തിലാണ് നമ്മൾ ഫാദർ ജെയിംസ് അച്ഛനെ കാണേണ്ടത്. അപ്പൊ അദ്ദേഹം പിന്നെ ഈ പറയുന്ന സെമിനാരിയിലെ അദ്ദേഹത്തിന്റെ പഠനം കഴിഞ്ഞിട്ട് അദ്ദേഹം പോകുന്നത് കടൽ തീരത്താണ്. കൊല്ലത്തിനും തിരുവനന്തപുരത്തിനും ഇടയ്ക്കുള്ള തീരപ്രദേശത്താണ് അദ്ദേഹം എത്തുന്നത്. അവിടെ 3 പേരാണ് ഇവർ പോകുന്നത്. ഒന്ന് ഇദ്ദേഹം ജെയിംസ് ചക്കാലക്കൽ, പിന്നെ ഒരു മാത്യു ഊട്ടുകുളം എന്ന് പറയുന്ന ആൾ, പിന്നെ തോമസ് കേച്ചേരി എന്ന് പറയുന്ന ഒരാൾ. ഈ 3 അതെ, ഈ തോമസ് കേച്ചേരിയാണ് ഈ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ആദ്യമായിട്ട് സ്വതന്ത്രമായ സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി സംഘടന ഉണ്ടാക്കുന്ന ഈ 3 പേരാണ്. അച്ഛനതിൽ വലിയ നിർണായക പങ്കുണ്ടായിരുന്നു ജെയിംസ് അച്ഛന്. അതായത് അവിടുന്ന് 10 വർഷത്തിന് ശേഷം അവിടുന്ന് ഇങ്ങോട്ട് കടലിൽ നിന്ന് പിന്നെ കാട്ടിലേക്കാണ്. അത് ഭയങ്കര കോൺട്രാഡിക്ഷനാണ് ഈ സംഭവത്തിൽ. കടലും കാടുമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും സമൂഹത്തിലെ ഏറ്റവും ദരിദ്രരായിട്ടുള്ള ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യരുടെ രണ്ടിടമാണ് കാടും കടലും. അപ്പൊ രണ്ടാമത് കാടാണ് അച്ഛൻ തിരഞ്ഞെടുക്കുന്നത്. സഭ പോലും അദ്ദേഹത്തെ തള്ളി പറഞ്ഞിട്ടാണ് അദ്ദേഹം അതിനൊക്കെ അവഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം കാട് തിരഞ്ഞെടുക്കുന്നത്. സ്വതന്ത്രമായ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ്. സഭയോടും ഒക്കെ സഭയും അല്ലെങ്കിൽ ദൈവപ്രവർത്തനം അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നതിന് പുതിയ മാനവികമായ മാനം നൽകുകയാണ് ചെയ്യുന്നത് അദ്ദേഹം മുത്തങ്ങയിൽ വന്നിട്ട് ഏതാണ്ട് 50 വർഷമായി. ഇതുവരെ ഒരാളെ പോലും അദ്ദേഹം മതം മാറ്റിയിട്ടില്ല. മതം മാറ്റത്തെക്കുറിച്ച് അയാൾ സംസാരിക്കുന്നത് പോലുമില്ല. മനുഷ്യന്റെ മതത്തെക്കുറിച്ചാണ് അയാൾ സംസാരിക്കുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഒരാളെ പോലും മതം മാറ്റിയൊന്നും ഏരിയയിലെ വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം വഹിച്ച പങ്ക് വലിയ. അതെ, അത് ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ വന്നിട്ട് ആദ്യം തന്നെ ചെയ്യുന്നത് ഇവരുടെ ആദിവാസികളായിട്ടുള്ള മനുഷ്യരെ വിദ്യാഭ്യാസത്തിൽ ഇടപെടുകയാണ് ചെയ്യുന്നത്. നിലവിലുള്ള സംവിധാനത്തോടൊപ്പം ഒരിക്കലും അച്ഛന് എന്തെങ്കിലും ഒരു സൗജന്യം കൊടുക്കുകയായിരുന്നില്ല. ഒരിക്കലും അങ്ങനെ അദ്ദേഹം ചെയ്തിട്ടേ ഇല്ല എന്നുള്ളതാണ്. അവരെ തന്നെ ശക്തരാക്കുക എന്നുള്ളത്. ഇപ്പൊ ഈ സാധനം ഇതുപോലും ആദിവാസികളുടെ ഒരു ട്രസ്റ്റാണ് എൻ്റെ കീഴിലാണ് ഇതുള്ളത്. അവർ മാത്രമാണ് അതിൽ അംഗങ്ങൾ. ഇത് മുഴുവൻ ഈ പറയുന്ന മറ്റു പല സഹായമൊക്കെ പുറത്തുനിന്നൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും നൽകിയില്ല. അവരുടെ മാത്രം എന്താ പറയുക മുൻകൈയിൽ നടക്കുന്ന പിന്നിൽ നിന്ന് സഹായിക്കുന്ന ഒരു അതാണെന്ന് യഥാർത്ഥത്തിൽ മനുഷ്യരോട് നമുക്ക് കാണിക്കാനുള്ളതെന്നാണ് തോന്നുന്നത്. നിങ്ങൾ ആലോചിച്ച് ഈ പറയുന്ന നസ്രത്ത്, അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് പറയുന്നത് നസ്രത്തിലെ തച്ചൻ എന്ന് പറഞ്ഞ പുസ്തകം. ആ പുസ്തകത്തിലെ കണ്ടന്റ് തന്നെ അതാണ്. ഈ നസ്രത്തിലെ വഴി എന്ന് പറയുന്നത് സാധാരണ മനുഷ്യന്റെ വഴിയാണ്. നസ്രത്ത് പറഞ്ഞാൽ യേശു ജീവിച്ച ഏറ്റവും ദരിദ്രരായിട്ടുള്ള മനുഷ്യൻ, യേശുവിന്റെ കാലത്ത് യേശു ജീവിച്ച നസ്രത്ത് എന്ന് പറയുന്ന തെരുവിലെ ഏറ്റവും ദരിദ്രമായ തെരുവിന്റെ ഒരു ധാരയാണ് നസ്രത്തിലെ വഴി എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയിൽ. ആ വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. തോമസ് കോച്ചേരി എന്ന് പറയുന്ന ആള് കേരളത്തിലെ ആദിവാസി മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നത് ആ വഴിയിലൂടെയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഇവരുടെ സംഘത്തിലുണ്ടായിരുന്ന സിസ്റ്റർ ആലീസ്, ധർമ്മപ്രായിക്കളം പോലുള്ള ആളുകൾ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്, ജെയിംസ് അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ്. അവരൊക്കെ ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട്. കടലിലെ മനുഷ്യരായിട്ട് ജീവിച്ചു എന്നുള്ളത് പറയുന്നത്. അതായത് കടൽ തീരത്ത്, കേരളത്തിൽ ആദ്യമായി കടൽ തീരത്ത് കക്കൂസ് ഉണ്ടാക്കിയത് അച്ഛനാണ്, ജെയിംസ് അച്ഛനാണ്. അത്രയും പറയുന്നത് എന്താണെങ്കിൽ എന്താണോ മനുഷ്യന് വേണ്ടത്, മനുഷ്യന് അതിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് അച്ഛൻ. അച്ഛൻ ഇവിടെ ഇല്ല അല്ലേ? ഇന്ന് അച്ഛനില്ല. അച്ഛൻ ഇപ്പൊ 76 വയസ്സായി അച്ഛന്. അച്ഛൻ ഇപ്പോഴും ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കാനാണ് ഇഷ്ടം. അച്ഛൻ താമസിക്കുന്ന വീട് പൂർണ്ണമായും അച്ഛൻ ഉണ്ടാക്കിയത്. അത് അച്ഛൻ ഉണ്ടാക്കാത്ത ഒരു സാധനം അതിൻ്റെ ഉള്ളിലില്ലെന്ന്. വളരെ അതായത് ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നത് ഒരു മനുഷ്യന് ജീവിക്കാൻ എത്ര ഇടം വേണം അതിന്റെ ഉത്തരമാണ്. കഴിഞ്ഞ 50 വർഷമായി ആദിവാസികൾക്കിടയിൽ അവരെക്കാൾ താഴ്ന്ന നിലയിൽ ജീവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആ മനുഷ്യന്റെ മഹത്വം എന്നുള്ളത്. ആഗ്രഹങ്ങളില്ല. എങ്ങനെയാണ് നമ്മൾ ആഗ്രഹങ്ങളെ സമീപിക്കേണ്ടത്, എങ്ങനെയാണ് ആഗ്രഹങ്ങളെ നമ്മൾ നിർവചിക്കേണ്ടത് എന്നുള്ളതിന്റെ കൃത്യമായ, നമ്മൾ ഈ ലോകത്ത് ഇപ്പോഴുള്ള ഈ പറയുന്ന ഒരു
എന്താ പറയുക ആർത്തിയുടെ ഒരു ലോകത്ത് കൃത്യമായ ഒരു ഉദാഹരണമാണ് എന്താണ് ചെയ്യേണ്ടത് എൻ്റെ അച്ഛൻ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഏഷ്യാനെറ്റിലൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് വയനാട്ടിൽ നിന്നൊരു റിപ്പോർട്ടർ MK രാമദാസ് വയനാട്ടിൽ നിന്ന് എന്ന് പറയുന്ന മീഡിയ രംഗത്ത്, പിന്നെ നിങ്ങൾ പല ചാനലുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ മീഡിയ രംഗത്ത് നിന്ന് കുറച്ചൊന്ന് മാറി ഇപ്പം ശരിക്കും കുറച്ച് പുസ്തകങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളെ ലൂസി കളപ്പുരക്കലിൻ്റെ പുസ്തകം. അപ്പം അങ്ങനെ ആ ഒരു എഴുത്തിൻ്റെ ആ മേഖലയെക്കുറിച്ചൊന്ന് സംസാരിച്ചാൽ നന്നായിരുന്നു. ജെയിംസ് അച്ഛനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതാൻ ഞാൻ സഹായിക്കുന്നുണ്ട്. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു പത്രപ്രവർത്തനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഇത്തരത്തിലുള്ള ആത്മകഥാ രചനയിൽ ഇടപെടുന്നത്, അങ്ങനെ പറയാം. കാരണം ഒരു റിപ്പോർട്ടിംഗ് ആണ് യഥാർത്ഥത്തിൽ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആളുകളെയൊക്കെ നമ്മളുടെ അടുത്ത് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ പത്രപ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഈ എന്താ പറയുക വഷളത്തരമൊക്കെ തുടങ്ങുന്ന ആ ഒരു ഘട്ടത്തിൽ നമ്മളത് നേരത്തെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്കൊരു സന്തോഷമായിട്ട് തോന്നുന്നത്. നമ്മൾ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ആയിട്ട് നടക്കുന്നത്. അങ്ങനെയാണെന്ന് ഞാൻ എന്താ പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ളൊരു എഴുത്ത് എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു ഇതിലേക്ക് മാറുന്നത്. അപ്പം അത് ഞാൻ എഴുതുന്നത് ഒരു യുവ IAS-കാരൻ്റെ ജീവിത കഥയാണ്. ആ പുസ്തകം ഏതാണ്ട് 10-15 എഡിഷനുകൾ പിന്നിട്ടു. ഇപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മലയാളം ഡിഗ്രിയുടെ ഒരു പാഠ പുസ്തകമാണ്. ഇപ്പം വിരലറ്റെന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അത് മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറയിലുള്ള ഒരു ഭയങ്കര ദരിദ്രനായിട്ടുള്ള ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരു അനാഥനായ ബാലൻ്റെ ഈ പറയുന്ന ഒരു IAS-കാരനായി മാറിയ ഒരു കഥയാണ്. അത് അത്തരത്തിലുള്ള നിരവധി കഥകളുണ്ടാവും. പക്ഷേ ഇതിൽ ആ ഒരു കഥയിലേക്ക് എന്നെ ആകർഷിച്ചത് ഒരുപാട് ഘടകങ്ങളുണ്ട്. കാരണം ഭയങ്കര വിചിത്രമായ സ്വഭാവം വിശേഷങ്ങൾ ഉണ്ടായിട്ടുള്ള ആളാണ് ഈ പറയുന്ന ഈ കുട്ടി. മുഹമ്മദ് അലി ശിഹാബ് എന്നാണ് അയാളുടെ പേര്. അയാളുടെ ഈ പുസ്തകത്തിന് ഇവന് പേരിടുന്നത് പോലും മുഹമ്മദ് അലി ശിഹാബിന് പേരിടുന്നത് അവൻ്റെ വല്യുമ്മയാണ്. അപ്പോൾ അവളെ പാണക്കാട് തങ്ങൾ കുടുംബത്തോടുള്ള സാധാരണ ഒരു മലപ്പുറത്തെ മുസ്ലിം കുടുംബത്തിൻ്റെ എല്ലാ എന്താ പറയുക ആരാധനയ്ക്കും കൂടിയാണ്. അപ്പോൾ പേരിടുന്നതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചന വന്ന സമയത്ത് ഇയാൾ 4-ാമത്തെ 5-ാമത്തെ കുട്ടിയായിരുന്നു ആ കുടുംബത്തിൽ. അപ്പോൾ ഉമ്മ വീട്ടിൽ കറി ഇളക്കിക്കൊണ്ട് ആ കയ്യിലുമായിട്ട് ഇങ്ങനെ വന്നിട്ടാണ് വരുന്നത്. അത് മുഹമ്മദ് അലി ശിഹാബ് തന്നെ ആവട്ടെ. അപ്പോൾ അങ്ങനെയാണ് ആ പേര് വരുന്നത് പോലും. അത്തരത്തിൽ അങ്ങനെയുള്ള കുറേ കഥകളൊക്കെ ചേർന്ന അദ്ദേഹത്തിൻ്റെ വിചിത്രമായ സ്വഭാവങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഒരു വല്ലാത്തൊരു അതിജീവനത്തിൻ്റെ ഒരു കഥയായിരുന്നു ആ പുസ്തകം. ആ പുസ്തകത്തെ അങ്ങനെ ഒരു ആത്മകഥയെ ഒരു എന്താ പറയുക ഒരു എന്താ പറയുക ഒരു കഥ പോലെ വായിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ അതിനുവേണ്ടി സഹായിച്ചു എന്നുള്ളതാണ് എനിക്ക് അതിൽ കിട്ടിയിട്ടുള്ളൊരു വലിയ എക്സ്പീരിയൻസ്. അതൊരു വല്ലാത്തൊരു ഊർജ്ജമായിരുന്നു എനിക്ക് തന്നത്. വീണ്ടും കൂടുതൽ ആ രംഗത്ത് പല കാര്യങ്ങളും ചെയ്യുക എന്നുള്ളൊരു അങ്ങനെയാണ് നമ്മൾ ലൂസി കളപ്പുരയിൽ എത്തുന്നത്. അപ്പം ലൂസി കളപ്പുരയുടെ എഴുത്ത് വലിയ പ്രയാസമായിരുന്നു. ആ എഴുതി തീർക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമായിരുന്നു. ഒന്ന് ഈ പറഞ്ഞ സഭ പോലെയുള്ള വലിയൊരു എന്താ പറയുക ഒരു അധികാര സ്ഥാനം പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ള ഒരു സ്ത്രീയുടെ കൂടെ നിൽക്കുന്നത് പോലും പ്രശ്നമാണ്. നമുക്ക് അവരുടെ കഥ കേൾക്കാൻ പല ദിവസങ്ങൾ വേണ്ടി വന്നിരുന്നു. ആവശ്യമുണ്ട് ഒരാളുടെ കഥ കേൾക്കണമെങ്കിൽ. അദ്ദേഹം അപ്പം ഞാൻ എൻ്റെ ഒരു രീതി അനുസരിച്ച് അവർ ചെറുപ്പകാലത്ത് അവർ സഞ്ചരിച്ച വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വഴികളിലൊക്കെ കാണുകയും അവർ താമസിച്ച വീടുകളൊക്കെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനൊന്നും കഴിയാത്തൊരവസ്ഥയായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുമ്പം എഴുതാൻ വേണ്ടിയിട്ട് പല വീടുകളെ ആശ്രയിക്കുകയാണ് ചെയ്തത്. ആ വീടുകളിൽ നിന്നൊക്കെ നമ്മൾ പകുതിയൊക്കെ ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരുന്നുണ്ട്. കാരണം അപ്പോഴേക്കും അവർക്ക് ഭയമാവുന്നു. സഭ നമ്മൾ പറയുന്നല്ലേ, അപ്പം അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതിൻ്റെ കൈകാലുകൾ എവിടെയൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാവരും അങ്ങനെയാണ് ആ കഥ എഴുതി തീരുന്നത്. 235 പേജുള്ള ആ പുസ്തകം എഴുതി തീർന്നപ്പം അതിൽ 9 പേജാണ് ഡിസ്കസ് ചെയ്തത്. എനിക്ക് വലിയ അത്ഭുതമായിരുന്നത്. അതെന്താ പറഞ്ഞെങ്കിൽ അവർ ഉന്നയിച്ച ചില ലൈംഗികമായ അവരുടെ അധിക്ഷേപങ്ങളോ അല്ലെങ്കിൽ അതൊക്കെ ആയിരുന്നു, പീഡനമൊക്കെ ആയിരുന്നു. അത് മാത്രമാണ് വായിച്ചത്. അതായത് സഭയുടെ ആളുകൾ പോലും ഇതിനെ എതിർക്കുന്ന സഭയുടെ ആളുകൾ പോലും അന്ന് ഡിസ്കസ് ചെയ്ത് അതായിരുന്നു. ബാക്കിയുള്ള 225 പേജിലുള്ള എങ്ങനെയാണ് ഒരു സഭ, ക്രിസ്തീയ സഭ മനുഷ്യരോട് യേശുവിൻ്റെ വിളംബരത്തിൽ എന്താണോ യേശു പറയാൻ ഉദ്ദേശിച്ചത് അതിനെക്കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. ഏറ്റവും എന്താ പറയുക അവഗണിക്കപ്പെട്ട മനുഷ്യൻ്റെ കൂടെ നിൽക്കണം എന്ന് ഉദ്ഘോഷിച്ച യേശുവിൻ്റെ ഈ പറയുന്ന സുവിശേഷങ്ങളെ കുറിച്ചാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതൊന്നും ആരും ഡിസ്കസ് ചെയ്തില്ല. അപ്പോൾ ആ പുസ്തകവും അതേപോലെ തന്നെ വലിയ തോതിൽ വിറ്റഴിക്കുകയും ആളുകൾ വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത്തരം എഴുത്തിനെയൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളത്, ഞാൻ സ്വീകരിച്ചിട്ടുള്ളത് എന്താണെങ്കിൽ ഒരു പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ ഇപ്പോൾ മുഹമ്മദ് അലി ശിഹാബ് ആ സിസ്റ്റത്തിനോടാണ്, അയാളുടെ ഒരു പാരമ്പര്യത്തോടാണ് അയാൾ ഏറ്റുമുട്ടുന്നത്. ലൂസി കളപ്പുരയാണെങ്കിൽ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ ഒരു പിന്നെ നിലനിൽക്കുന്ന ഒരു സംവിധാനത്തെ ഒന്ന് എന്താ പറയുക ഒന്ന് തടിച്ചു വൃത്തിയാക്കുക എന്നുള്ളതാണ്, അടിച്ചു വൃത്തിയാക്കുക എന്നുള്ളതാണ് അവർ ചെയ്തത്. പിന്നീട് വരുന്നതാണ് പിന്നെ നമ്മൾ ചെയ്തത് മറ്റേ പിന്നെ ഓങ്കോളജിസ്റ്റ് ആയിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള ഓങ്കോളജിസ്റ്റ് ആയിട്ടുള്ള പ്രമുഖനായിട്ടുള്ള നാരായണൻകുട്ടി വാര്യരുമായിട്ടുള്ള ക്യാൻസർ കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞ പുസ്തകം. ആ പുസ്തകവും ആ രൂപത്തിൽ തന്നെ നമ്മളിപ്പം ഈ പുതിയ ലോകത്ത് നമ്മുടെ പിന്നെ ഭക്ഷണശീലമോ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യം കൊണ്ടൊക്കെ പിന്നെ വലിയ മാരക രോഗമായി മാറുന്ന ക്യാൻസറിൻ്റെ ഒരു പ്രതിരോധമാണത്. അതിലവിടെ അദ്ദേഹം ഒരു വളരെ സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ എങ്ങനെയാണ് ഈ പറയുന്ന ഒരു ഉയർച്ചയിലെത്തുന്നത് അല്ലെങ്കിൽ ഒരു ഡോക്ടറായി മാറുന്നത്, അദ്ദേഹത്തിന് അതിനോടുള്ള ഒരു കോൺസെപ്റ്റ്. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ പറയുന്ന ഒരു ചികിത്സകൻ എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം ഈ മനുഷ്യരോട്, ഈ പറയുന്ന രോഗികളായി വരുന്ന മനുഷ്യരോട് അയാളുടെ ഒരു ബിഹേവിയറാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഈ ദീർഘകാലത്തെ ഈ ചികിത്സകൻ എന്നുള്ളതിനിടയിൽ ഏതാണ്ട് 2000-ഓളം രോഗികൾ ഇപ്പോഴും അയാളെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്, സദാ പിന്തുടരുന്നു. അവർക്ക് വർഷത്തിൽ 1-2 തവണ ഇദ്ദേഹത്തെ കണ്ടാൽ മതി, അടുത്തൊരു കുറച്ചു കാലം വരെ അവർക്ക് ജീവിക്കാനുള്ള പ്രചോദനം ഉണ്ടാകുന്നതല്ല. അതിലൊരു ഏറ്റവും രസകരമായിട്ടുള്ള ഒരു അനുഭവം എന്താ പറയുക, ഈ പറയുന്ന പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു പിന്നെ രോഗികളുടെ ബന്ധുക്കളും രോഗികളൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷനുണ്ട്, ഒരു ചാരിറ്റി ഓർഗനൈസേഷനാണത്. അപ്പോൾ അത് ഇവർ വർഷത്തിൽ ഒരു യാത്ര സംഘടിപ്പിക്കും, ഈ പറയുന്ന രോഗികളും എല്ലാവരും കൂടി ചേർന്ന്. അപ്പോൾ പലരും പല രീതിയിലുള്ള അവശത അനുഭവിക്കുന്നവരാണ്. അപ്പോൾ ഇവരിങ്ങനെ യാത്ര പോകുന്ന സമയത്ത് ഈ പുസ്തക എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് ഞാനും ഡോക്ടറുടെ കൂട്ടത്തിൽ ഈ യാത്രയിൽ പങ്കെടുക്കുകയാണ്. അപ്പം തുടക്കത്തിലൊക്കെ വളരെ ആവേശം ഉണ്ടായിരുന്ന ആളുകളൊക്കെയാണ്, ഭയങ്കര അവസരമാണ് പലരും. പക്ഷേ ഡോക്ടറുടെ ഒരു സാന്നിധ്യം അവരിങ്ങനെ ഭയങ്കര ഊർജ്ജമായി നിലനിൽക്കുന്നത്. ഒരു ഘട്ടമെത്തിയപ്പോൾ ഞാനും ഡോക്ടറും കൂടി ഒരു സീറ്റിലേക്ക് മാറിയിരുന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയ ഉടൻ തന്നെ ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഈ രോഗികളിൽ പലരും ഛർദ്ദിക്കുന്നു, അവസരമായി പോകുന്നു. അപ്പോൾ ഡോക്ടർ പിന്നെ ഇതൊക്കെ നിർത്തി പിന്നെ നോക്കും, വീണ്ടും ഡോക്ടർ അവർക്കിടയിലേക്ക് ചെല്ലുമ്പോൾ അവർ വീണ്ടും ഒരു പഴയ രീതിയിൽ എല്ലാ പസരിപ്പോടും കൂടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് അവിടെ നിന്നുണ്ടെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ ഈ ഡോക്ടറുടെ ഈ പറയുന്നൊരു സാമീപ്യം തന്നെ അവരെ വീണ്ടും അവരൊരു പ്രസന്നമായിട്ടുള്ള മനുഷ്യരാക്കി മാറ്റാൻ സഹായിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ആ സംസാരം അവിടെ വെച്ച് നിർത്തുക ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വിചിത്രമായ ചില ഈ പറയുന്ന പൂർണ്ണമായും സയൻസിനെ മാത്രം പിന്നെ എന്താണ് എന്താ പറയുക, സയൻസിൽ മാത്രം നിൽക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായം പോലും മാനവികമായ ചില സാധ്യതകൾ കൂടി ഉപയോഗപ്പെടുത്തുന്ന മനുഷ്യരുണ്ടെന്ന് അറിയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പുതിയൊരു അറിവായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടും കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളെ സുരേഷ് കുമാർ ചിത്രം വരച്ചിട്ടുള്ള നമ്മളുടെ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ, അതെ, അതിപ്പോൾ അതൊരു ഇപ്പോൾ നമ്മൾ പിന്നീട് ഇപ്പോൾ ഈ 2-3 പുസ്തകങ്ങളൊക്കെ എഴുതി വന്നതും സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു എഴുത്തിൻ്റെ ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പലരും നമ്മുടെ അടുത്തേക്ക് വരുവാണ്. അപ്പോൾ പിന്നെ എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിന്നിട്ടുള്ള പിന്നെ ടിക്കാറാം മീണ IAS നമ്മൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ എടുത്ത് ഈ അങ്ങനത്തെ ഒരു പ്രപ്പോസൽ വരുന്നത്. അപ്പോൾ ആ പ്രപ്പോസലും നമ്മൾ തന്നെയാണ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഇലക്ഷൻ ഓഫീസർ ആയിരിക്കുമ്പോഴാണ് ആ പുസ്തകം എഴുതുന്നത്. അദ്ദേഹത്തിന് സമയം കുറവായിരുന്നു, പക്ഷേ കോവിഡിൻ്റെ ഒക്കെ കാലമായതുകൊണ്ട് തന്നെ നമ്മളത് സന്തോഷമായിട്ട് നമുക്കത് പൂർത്തിയാക്കാൻ ഇഷ്ടംപോലെ സമയമൊക്കെ കിട്ടിയിരുന്നത്. അപ്പോൾ അതിലും വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ വേറൊരു ലോകത്ത് ജീവിച്ചൊരു മനുഷ്യന് ഇവിടെ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കുക. അപ്പോൾ അവിടെയും ഒരു തനി കർഷകനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അയാളുടെ വീട്ടിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരൻ IPS ആണ്. ബാക്കി ആർക്കും എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല. അപ്പോൾ ഇവരെയൊക്കെ പഠിപ്പിച്ചിരുന്നത് കാടുകളിൽ പോയിട്ട് ഈ മറ്റേ കാലി മേയ്ക്കാൻ പോകുമ്പോൾ അവരുടെ കൂടെ പോയി ഇവർക്കൊക്കെ വിദ്യാഭ്യാസം നൽകിയിരുന്ന ആൾ. നമ്മൾ അതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ വീടുകളിലൊക്കെ പോയപ്പോഴാണ് നമുക്ക് ആ ഒരു ഇടത്തെക്കുറിച്ച് ബോധ്യമാകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ എനിക്കുണ്ടായിരുന്ന വേറൊരു അനുഭവം എന്തായിരുന്നു എന്നുണ്ടെങ്കിൽ, അപ്പോൾ അവിടേക്ക് പോയിട്ട് നമ്മൾ ഈ സ്ഥലം കാണാം. ജോലന്ത എന്ന് പറയുന്ന രാജസ്ഥാനിലെ സവായ് മധേപൂർ ജില്ലയിലെ ഒരു ഒരു ഗ്രാമമാണത്. ഭയങ്കര സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഗ്രാമം. അപ്പോൾ അവിടെ പോവാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴാണ് ഈ കോവിഡ് രൂക്ഷമാവുകയും യാത്ര മുഴുവനും ക്യാൻസൽ ചെയ്യാൻ വെച്ചത്. അപ്പോൾ ഞാൻ പിന്നെ അവസാനം ഒടുവിൽ ഞാൻ തന്നെ തീരുമാനിക്കുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ വിവരങ്ങൾ മുഴുവൻ എടുത്തിട്ട് ഞാൻ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ടിക്കാറാം മീണ സാറിൻ്റെ അടുത്ത് ഈ സാധനത്തെക്കുറിച്ച് കാണിച്ചപ്പോൾ സാറിന് ഇനി നമുക്ക് അവിടെ പോകേണ്ടതാണ് പറഞ്ഞത്. കാരണം എൻ്റെ ഗ്രാമത്തെ അന്നത്തെ അദ്ദേഹം ജീവിച്ചൊരു കാലത്തെ, അതൊരു 50 വർഷം മുമ്പുള്ള ഒരു കാലത്തെക്കുറിച്ചാണ് നമ്മൾ എഴുതിയത് അദ്ദേഹം പറഞ്ഞതനുസരിച്ച്. ആ സ്ഥലം ഇപ്പം നമുക്ക് കാണാൻ പറ്റില്ല. പുതിയതായിട്ട് വരുന്ന എനിക്കത് കാണാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഇനി നമുക്ക് അവിടെ പോകേണ്ട ഇത് തന്നെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ഇതിനു വേണ്ടി ചിത്രങ്ങൾ വെച്ച സുരേഷ് എന്നോട് പറഞ്ഞേ, സുരേഷ് കുമാർ എന്നോട് പറഞ്ഞു, ഷാജി ആ കാലഘട്ടത്തിലെ ചിത്രങ്ങളും ആ വേഷങ്ങളും ആ കാലത്തിനും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ആ സാധനം വരച്ചു. അതെ, അത് ഭയങ്കര നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം അങ്ങനെയൊക്കെ നമുക്കത് ചെയ്യാൻ കഴിയുന്നുള്ളത് തന്നെയാണ് അതിൻ്റെ വലിയൊരു സാധ്യതയായിട്ട്. പിന്നീട് ഞാൻ എഴുതുന്നത് നമ്മളുടെ ഈ പറയുന്ന നമ്മുടെ ജെയിംസ് അച്ഛൻ്റെ പുസ്തകം 5ാമത്തെ പുസ്തകമായിട്ടാണ് എഴുതുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു.
പിന്നെ അതിന് അച്ഛനെ കുറിച്ച് എനിക്ക് നേരത്തെ തന്നെ അച്ഛനെ അറിയായിരുന്നു. ഞാൻ എൻ്റെ വീടും ഈ പറയുന്ന മുത്തങ്ങയോ ഒക്കെ ഉൾപ്പെടാന്ന് പറഞ്ഞ പ്രദേശത്തായതുകൊണ്ട് എനിക്ക് അറിയാമായിരുന്നു. അപ്പം അദ്ദേഹത്തെ അറിയാം. അപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇത് അച്ഛനെ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യണം എന്നുള്ള നിലയിൽ വന്നത്. അച്ഛന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഏറ്റെടുത്ത് അത് ചെയ്യുന്നു. ഞാനിപ്പോൾ ഈ പറയുന്ന നമ്മൾ ഈ വന്ന ഇടങ്ങളിലൊക്കെ വന്ന് നിരന്തരമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അത് മാത്രമല്ല, ഞാൻ ഈ അച്ഛൻ ഞാനിപ്പോൾ എന്താണെങ്കിൽ എനിക്ക് താങ്ങാൻ പറ്റാത്ത മാനസികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛൻ എന്നോട് ഒന്നും സംസാരിക്കാറില്ല. ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛൻ താമസിക്കുന്ന കൊച്ചു കുടിലിൽ അവിടെ കിടന്നുറങ്ങുകയും അച്ഛൻ്റെ ഭയങ്കര ലളിതമായ ഭക്ഷണമൊക്കെയാണ്. അപ്പോൾ രാവിലെ കുറച്ച് കുറുക്ക്, മുത്താരിയുടെ കുറുക്കുണ്ടാകും, ഉച്ചയ്ക്കും ഒക്കെ കുറച്ച് എന്തെങ്കിലും കഞ്ഞി, അതൊക്കെയാണ് അച്ഛൻ ഇട്ടത്. അതൊക്കെ കഴിച്ച് 2 ദിവസമൊക്കെ വെക്കുമ്പോഴേക്കും എൻ്റെ എല്ലാ പ്രയാസവും അവസാനിക്കുകയും ഞാൻ വീണ്ടും പൂർണ്ണ ഊർജ്ജത്തോടു കൂടി തിരിച്ച് ഷാജീൻ്റെ അടുത്തൊക്കെ വരികയും ചെയ്യാന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കെന്നാലേ ഇങ്ങനെ ഇരുട്ടിക്കൊണ്ടിരിക്കല്ലേ, നമുക്കിനി ഇങ്ങനെ നടക്കാം. ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ? ഇരുട്ടത്ത് നിൽക്കാൻ പറ്റില്ല. വന്യമൃഗങ്ങളൊക്കെ അവരുടെ ഒരു സ്ഥലം കൂടിയാണിത്. അപ്പോൾ ശരിക്കും നമ്മളവിടെ ഈ വയനാട്ടിലെ ഇപ്പം നമ്മൾ ഈ പ്രകൃതി കൂട്ടായ്മകൾ അല്ലെങ്കിൽ ഇതൊക്കെ എന്താണ് ഇങ്ങനെ ഒരു ചിന്നിച്ചെതറി പോകാൻ കാരണം? ഇതിനൊരു നല്ലൊരു നേതൃത്വം എന്താ ഇവിടെ ഇല്ലാതിരിക്കുന്നത്? ഈ ഒരു പച്ചപ്പ് നിലനിർത്തുന്ന കാര്യത്തിൽ പല അഭിപ്രായങ്ങളാണല്ലോ നിലനിൽക്കുന്നത്. അല്ല, അതിൽ നമ്മൾ ഒന്ന് ഈ പരിസ്ഥിതി രംഗത്ത് വരുന്ന സംഘടനകളുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. സ്വതന്ത്രമായി ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് പലപ്പോഴും ഈ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ ഈ ഛിദ്രത, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്ന ആശയപരമായ ഭിന്നതയൊക്കെയാണ് പലരെയും ഈ രംഗത്തേക്കൊക്കെ വരുന്നത്. ഒരു ആശ്രയമില്ലാത്ത ഫിലോസഫി മുഴുവൻ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആളുകളാണ് പലപ്പോഴും. നമുക്ക് കണ്ടാൽ ഓരോരുത്തരെയും ഹിസ്റ്ററി കഴിച്ചു വെച്ചാൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ അവർ വളരെ ഐഡിയലിസ്റ്റുകളായിരുന്നു പലരും. അവരുടെ ഒരു ചുറ്റും അവർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലോകം എന്നൊക്കെയാണ് പലപ്പോഴും എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. നമ്മളതിനെക്കുറിച്ച് വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുമ്പോൾ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പം അതിലേക്ക് ഏതെങ്കിലും ഒരു വലിയൊരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഒരു വലിയ ഒരു ശക്തിയായി അത് മാറാനോ ഒരു ജനകീയമായി അതിനെന്തെങ്കിലും ഒരു അടിത്തറ നൽകാനോ ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല, വ്യക്തമായിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു പ്രതിഫലനം ഇപ്പോഴും കാണുന്നത്. ഇപ്പം നമുക്കറിയാം, ഇപ്പം മുത്തങ്ങ പോലുള്ള ഒരു സമരത്തിൽ ഏറ്റവും അടിസ്ഥാന വർഗത്തിലുള്ള മനുഷ്യർ ഉന്നയിച്ച വളരെ ജെന്യൂൻ ഒരു ആവശ്യത്തെ ശത്രുപക്ഷത്ത് നിന്നിട്ട് നേരിടുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇതിലെന്താണെന്നറിയോ, കോംപ്രമൈസിങ് ആളുകൾ വരികയോ പുതിയ ആളുകളൊന്നും വരുന്നില്ല. ആ പഴയ ആളുകൾ തന്നെ ആ പഴയ വാദങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയും. അതാണ് അതിപ്പോൾ ഞാൻ പറഞ്ഞത്. വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വയനാട്ടിൽ ഈ പറയുന്ന പ്രകൃതി സംരക്ഷണ സമിതി എന്നൊക്കെ പറയുന്ന സംഘടനയിൽ ആദ്യം ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഞാനൊക്കെ എൻ്റെ ഒരു ചെറുപ്പകാലത്തൊക്കെ ഈ പറയുന്ന സംഘടനയൊക്കെ ആയിട്ട് വളരെ അടുപ്പം പുലർത്തുകയൊക്കെ ചെയ്തിരുന്നു. പല കാരണങ്ങളാൽ പലപ്പോഴും നമുക്ക് അതിനോട് യോജിച്ചു പോകാൻ പറ്റാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വിയോജിപ്പ് ഏറ്റവും കൃത്യമായി ഉണ്ടാകുന്നത് മുത്തങ്ങയായിട്ട് ബന്ധപ്പെട്ട. മുത്തങ്ങയുടെ കാലത്ത് പല ആളുകളും അതുവരെ അതുകൊണ്ട് സഹകരിച്ചിരുന്ന പലരും അതിൽ നിന്ന് മാറിപ്പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഈ പറയുന്ന നിലപാടുകൾ കൊണ്ടാണ്. അവർ ഭയങ്കര ഐഡിയലിസ്റ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ചില വിദ്വേഷമൊക്കെ സൂക്ഷിക്കുന്ന രൂപത്തിലാണ് പലപ്പോഴും പ്രശ്നങ്ങളെ നോക്കിക്കണ്ടതൊക്കെ. അവരുടെ ഈഗോയിസം അങ്ങനെയൊക്കെ പലതും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് വന്നപ്പോഴും ഇതൊക്കെ തന്നെയാണ് ഈ പറയുന്ന. മാത്രമല്ല, ഈ ലിബറലായിട്ടുള്ളൊരു സമൂഹത്തിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകളൊക്കെ അവരുടെ ഒരു പച്ചത്തുരുത്ത് ഉണ്ടാക്കാനാണ് അവരെപ്പോഴും ആഗ്രഹിച്ചത്. അവരുടെ ചുറ്റും ഒരു വലയം, അവരാണ് ലോകം നിയന്ത്രിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വികലമായിട്ടുള്ളൊരു സാധനമാണ് ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഏറ്റവും ഇതായിട്ട് മുണ്ടക്കയിൽ ദുരന്തം നടന്നു. മുണ്ടക്കൈ വയനാട്ടിലെ പറയുന്ന ആ ദുരന്തം പ്രവചിക്കപ്പെട്ട ദുരന്തമായിരുന്നു. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഗാഡ്ഗിലിൻ്റെ ശുപാർശകളിൽ മനുഷ്യവാസ യോഗ്യമല്ലെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണത്. അതുപോലെ തന്നെയാണ് ഈ 2019 പുത്തുമല ദുരന്തത്തിന് ശേഷം, ഉരുൾപൊട്ടലിന് ശേഷം ഗാഡ്ഗിൽ നേരിട്ട് വന്നത് 83 മുമ്പ് 84 ഉണ്ടായി. അതല്ല, ഈ 2019 പുത്തുമല ദുരന്തത്തിന് ശേഷം ഗാഡ്ഗിൽ വരികയും ഗാഡ്ഗിൽ വീണ്ടും പറഞ്ഞു ഇനി അവിടെ ഉണ്ടാകുന്ന അദ്ദേഹത്തിനെ കുറിച്ച് പഠിച്ചു പറഞ്ഞു. അയാൾ സയന്റിസ്റ്റാണ് അദ്ദേഹം അത് പഠിച്ചു പറഞ്ഞതാണ്. അപ്പം അത് പക്ഷെ നമ്മൾ മാനിക്കാൻ തയ്യാറാണ്. അത് കൂടാതെ 1984 ഈ പറയുന്ന മുണ്ടക്കയിൽ ഏതാണ്ട് ഒരേ സ്ഥലത്ത് തന്നെയാണ്, ഈ പുഞ്ചിരിമട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് ഈ പറയുന്ന ദുരന്തം ഉണ്ടായിട്ടുള്ളത്. അവിടെ എന്ത് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇപ്പം ഏറ്റവും അടുത്ത കാലത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മളുടെ ഭരണകൂടങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന മനുഷ്യൻ്റെ ഇടപെടലല്ല ഇതിൻ്റെ കാരണമെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ചില ശ്രമങ്ങളും കൂടി നടത്തുന്നത്. അപ്പം അതിനെന്താണെങ്കിലും മനുഷ്യ ഇടപെടലില്ല, സ്വാഭാവികമായുള്ള പ്രകൃതിയുടെ പ്രതിഭാസങ്ങളാണ് ഇതിൻ്റെ കാരണം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനൊന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിതീവ്ര മഴ, അമിതമായ മഴയാണ്. എന്നാൽ ഇതിനൊരു ശാസ്ത്രീയമായിട്ട് ഈ 1000-ഓളം മനുഷ്യരാണ് നമ്മുടെ മുന്നിൽ, നമ്മളൊരു ഒന്നിച്ച് കിടന്നുറങ്ങുന്നത് പിറ്റേ ദിവസം രാവിലെ കാണാതെയാവുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു കൺസേണും ഇല്ല.
നമുക്ക് പണം മാത്രമാണ്, സ്റ്റേറ്റ് ആവശ്യപ്പെടുന്ന വെറും പണം മാത്രമാണ്. ദുരന്തമാണെന്ന് ആലോചിച്ചത് നിങ്ങൾ. 1000-ഓളം മനുഷ്യർ നമ്മളെ കൂടെ ജീവിച്ചിരുന്ന മനുഷ്യർ ഒരു രാത്രി കൊണ്ട് ഇല്ലാതായിട്ട് നമ്മൾ ഇത്ര ബാലിശമായിട്ട് ഈ കാര്യങ്ങളെ കാണുന്നതാണ്. ഇനിയും നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് നിയോഗിച്ചിട്ട് ജോൺ മത്തായി, സയന്റിസ്റ്റ് ആയിട്ടുള്ള ജോൺ മത്തായി നേതൃത്വത്തിലെ കമ്മീഷൻ പറഞ്ഞത് അവിടെ ഇനിയും താമസയോഗ്യമാണെന്നാണ് പറഞ്ഞത്. അത് ഒരു 10-50 മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി താമസിക്കാന്ന് പറഞ്ഞു. ജനങ്ങൾ അതിനെ എതിർത്തിരിക്കുകയാണ്. ഇപ്പോൾ ജനങ്ങൾ അതിനെതിരെ പ്രതിരോധിച്ചിരിക്കുകയാണിത്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണുന്നത്. യഥാർത്ഥത്തിൽ ഒരു പഠനം പോലും നമ്മളുടെ ഇവിടെ ഇതിനെ സംബന്ധിച്ച് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പൊതുസമ്മതം കിട്ടുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ദുരന്തത്തിനിടയിൽ ഈ കാഷ്വാലിറ്റി നിജപ്പെടുത്തുന്നതിനിടയിൽ, രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ ഗവൺമെൻറ് ഒരു ഉത്തരവുണ്ടായിരുന്നു, അവിടേക്ക് ശാസ്ത്രജ്ഞർ പോകാൻ പാടില്ല, അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത്രയും ബാലിശമായിട്ടുള്ള, അത്രയും ധിക്കാരപരമായിട്ടുള്ള ഒരു ഉത്തരവ് വരെ നമ്മൾ ഗവൺമെൻറ് ഇറക്കി. ഈ മനുഷ്യരോട് എന്ത് ഉത്തരവാദിത്തമാണ് ഈ ഗവൺമെൻറ്റിനുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ സയൻസ് ഇത്രയും പുരോഗമിച്ച ഘട്ടത്തിൽ നിങ്ങൾക്കറിയാം, നമുക്കറിയാം, ഇത് ഈ ദുരന്തം തന്നെ 16 മണിക്കൂർ മുമ്പ് പിന്നെ കൽപ്പറ്റയിലുള്ള വിഷ്ണു എന്ന് പറയുന്ന ആൾ നേതൃത്വം നൽകുന്ന ഒരു ഹ്യൂം സെൻറ്റർ ഫോർ എക്കോളജി ഉണ്ട്. അവർ പ്രവചിച്ചു ഈ അപകടമാണ്, പെട്ടെന്ന് നിങ്ങൾ മാറ്റണം. ജില്ലാ കളക്ടർ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അദ്ദേഹം ഗ്രൂപ്പിൽ ആ മെസ്സേജ് കൊടുത്തു. ജില്ലാ ഭരണകൂടം അനങ്ങിയില്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടുത്ത് പോയി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും അവിടുത്തെ മേപ്പാടി പഞ്ചായത്തും ചില പണികളൊക്കെ നടത്തി. പക്ഷെ ആളുകൾ കേട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിനെന്താ പറയുക? നമ്മൾ ഒരു പൊതുസമൂഹത്തിന്റെ, അതായത് പുരോഗമനപരമായ ഒരു പൊതുസമൂഹത്തിന്റെ ഒരു ലക്ഷണവും നമ്മളുടെ മുന്നിലില്ല. നമ്മൾ ഗവൺമെൻറ് അങ്ങനെയാണ് നമ്മളെ മുന്നിൽ പെരുമാറുന്നത്. ഇപ്പം തന്നെ ആലോചിച്ച് നോക്കി, ഏതാണ്ട് 2 മാസം കഴിഞ്ഞു. എന്താണ് ചെയ്തത്? എന്ത് ചെയ്യാൻ പറ്റി നമുക്ക്? നമ്മൾ വലിയ അവകാശവാദങ്ങളൊക്കെ നമ്മളിങ്ങനെ, നമ്മളാണ് ലോകത്തിലെ ഏറ്റവും വലിയ വികസിത സമൂഹം എന്നും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും സുരക്ഷയുടെ കാര്യത്തിലും. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്ത് വിചിത്രമാണ് ഈ സമരം. ഈ പറയുന്ന അപകടം ഉണ്ടായി 2 ദിവസം മുതൽ തുടങ്ങുന്നതാണ്. എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം. ഇപ്പൊ പറയുന്നു അതല്ല, ദേശീയ ദുരന്തമല്ല, ഒരു വാർഡിൽ മാത്രമുള്ള ദുരന്തമാണ്. അതിൽ പരിസ്ഥിതി ഗ്രൂപ്പുകൾ പോലും അങ്ങനെ ഒരു ശരിയായിട്ടുള്ള ഒരു ഒന്നിച്ചു നിൽക്കാനുള്ള ഒരു ശ്രമവും ഈ പറയുന്ന വ്യക്തിപരമായ ഈഗോയും അല്ലെങ്കിൽ ഇത്തരം താല്പര്യങ്ങളും ഒക്കെ ഭരിക്കുന്ന ഓരോ ചെറു സംഘങ്ങളായിട്ടാണ് ഇതിനെ നേരിടുന്നത്. പിന്നെ അതിനപ്പുറത്ത് ഞാൻ പറയുന്നത്, നമ്മൾ കർഷകർ എന്നൊക്കെ പറയുന്ന ചെറിയ ഗ്രൂപ്പുകൾ അതിനേക്കാൾ ഭീകരമായിട്ട് ഈ സാധനത്തെ വീണ്ടും പ്രശ്നവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. കിഫ എന്നൊക്കെ പറയുന്ന സംഘടനകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ പറയുന്ന ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ എന്താണ് കാരണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടതാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് സംഭവിച്ച നിരവധി പ്രദേശങ്ങൾ ഇനിയും നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവിടെ നിങ്ങൾ പോയാൽ നമുക്ക് അതിന്റെ വ്യാപ്തി നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിഭീകരമാണത്. ഇങ്ങനെ ഒരു സാധനം ഞാൻ ഈ പറയുന്ന ഈ അപകടം ഉണ്ടായ ആ സമയത്തൊക്കെ നമ്മൾ അവിടെ പോകുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴുകുന്ന വലിയ കുഴി എന്നുള്ളതിനപ്പുറത്തേക്ക്. പക്ഷെ ഇപ്പം നമ്മൾ പോയാൽ നമുക്ക് മനസ്സിലാവും എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത്. ഇതേപോലെ സമാനങ്ങളിൽ നിന്നൊക്കെ നോക്കി ഇത് കാണുന്നുണ്ട്. 20 കിലോമീറ്റർ ദൂരത്ത് സമാനമായ പിന്നെ സാഹചര്യങ്ങളിലുള്ള നിരവധി ഇടങ്ങൾ അവിടെ ഇപ്പോഴുണ്ട്. അവിടെയാണ് നമ്മളിപ്പോൾ ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു സാധനം. അവിടെയാണ് ഇപ്പൊ നമ്മൾ പുതിയ തുരങ്കപാത ഉണ്ടാക്കാൻ പോകുന്നത്. അതിലൂടെയാണ്. എന്തിനാണ് തുരങ്കപാത? എന്താണ് ഈ തുരങ്കപാത എന്ന് പറഞ്ഞാൽ കാരണം നമുക്കറിയാം, ലോകത്തിൽ പലയിടങ്ങളിലും തുരങ്കപാത ഉണ്ടെന്നും ഒരു അപകടരഹിതമാണ് എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ടാണ് തുരങ്കപാതയ്ക്ക് വേണ്ടിയിട്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ദുർബലമായ ഒരിടത്ത് ഇപ്പൊ തുരങ്കപാത എന്ന് പറയുന്നത് ഇപ്പൊ ഏതാണ്ട് 8 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു പാതയാണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത്. അതായത് മറ്റേ നമ്മൾ ആനക്കാംപോയിൽ നിന്ന് തുടങ്ങി മേപ്പാടിയിലെ കള്ളാടി വരെ എത്തി നിൽക്കുന്നത്. അതായത് ഇപ്പൊ നമുക്ക് പറയുന്ന മുണ്ടക്കൈ ദുരന്തമുണ്ടായ ഭൂമിക്ക് അടിയിലൂടെയൊക്കെയാണ് ഈ പാത വരേണ്ടത്. അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും സമീപത്താണ്. ഇതുമായിട്ടുണ്ടാക്കുന്ന ഇത് ഉണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം നമുക്കറിയാം, അപ്പം ഉത്തരാഖണ്ഡിലെ പാതകളെ കുറിച്ചിട്ട് ഉത്തരാഖണ്ഡിൽ ഉണ്ടാക്കിയിട്ടുള്ള ഹിമാലയത്തിൻ്റെ പലയിടങ്ങളിലും വെള്ളത്തിൻ്റെ ആ ടെറൈനിൽ ഉണ്ടാക്കിയിട്ടുള്ള പാതകളെ കുറിച്ചാണ് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ അപകടരഹിതമാണ് ഈ പാത, ഇത്തരത്തിലുള്ള സാധനങ്ങൾ. പക്ഷെ എന്തിനാണ് വയനാട്ടിൽ ഈ പാത എന്നുള്ളത് മാത്രമാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഒരു വലിയ ഒരു കുതന്ത്രം ഇതിൻ്റെ പിന്നിലുണ്ട്. വലിയ ഗൂഢാലോചനയുണ്ട്. സമ്പന്നന്മാർക്ക് വേണ്ടിയിട്ടുള്ള വലിയ ഗൂഢാലോചനയാണ് നടത്തുന്നത്. ഈ കള്ളാടി ഈ പറയുന്ന തുരങ്കം എത്തുന്ന ഈ ഭാഗത്താണ് നമ്മളുടെ ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്നിട്ടുള്ള ആള് ഇപ്പോൾ ഒരു 1000 ഏക്കർ ഭൂമി വാങ്ങി. എങ്ങനെയാണ് അവിടെ 1000 ഏക്കർ ഭൂമി വാങ്ങിക്കാൻ പറ്റുക? സർക്കാരിൻ്റെ അടുത്തുനിന്ന്, അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പ്, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമല്ല, അതിന് മുമ്പ് ഏതൊക്കെയോ കമ്പനികൾ ഉണ്ടാക്കിയിട്ടുള്ള ലീസ് ഭൂമിയാണത്. ആ ലീസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഗവൺമെന്റിലേക്ക് പോകേണ്ട ലാൻഡാണ്. അങ്ങനെ ഏതാണ്ട് 1
ലക്ഷത്തോളം ഏക്കർ ഭൂമി ഈ പറഞ്ഞ പ്രദേശത്ത് മാത്രമുണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവിടെയാണ് പറയുന്ന വലിയ വൻകിട ഭൂ ഉടമകളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണത്. കാരണം ഒരു ടൂറിസം ഏരിയ ഡെവലപ്പ് ചെയ്യാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പം ബോച്ചെ വാങ്ങിച്ചിട്ടുള്ള, അതായത് എന്താ പറയുക, ഒരു വിശ്വാസ്യതയും ഇല്ലാത്ത ഒരു വ്യാപാരി നടത്തുന്ന ഒരു പരിപാടിയാണത്. അയാൾക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതേപോലുള്ള 100 കണക്കിന്, അല്ലെങ്കിൽ 100 അങ്ങനെ പറയുന്ന 1000-കണക്കിന് ഏക്കർ ഭൂമി നിയമവിരുദ്ധമായി കൈവശം വെക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താ പറയുക, ഇതിന് ഏത് മനുഷ്യന്റെ സുരക്ഷയെ കുറിച്ചാണ് പറയുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ മുണ്ടക്കൈ ദുരന്തം ഉണ്ടായിട്ട് ഒറീസയിൽ നിന്ന് വന്നിട്ടുള്ള 4 പേരുണ്ട്, യങ്സ്റ്റർ ആയിട്ടുള്ള, വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ ഹണിമൂൺ ആഘോഷിക്കാൻ വന്നതാ. നമ്മൾ സുരക്ഷിതമാണെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടതാണ് ഈ മനുഷ്യരെ. ആ പേരിൽ ഓരോന്ന് നഷ്ടപ്പെട്ടിട്ടാണ് അവർ തിരിച്ചു പോകുന്നത്. നമ്മൾ എങ്ങനെ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക ഗവൺമെന്റ്, ഇപ്പോൾ ഈ പറയുന്ന ആളുകൾ ടൂറിസം ലോബിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വയനാട് സുരക്ഷിതമാണ്. എങ്ങനെ സുരക്ഷിതം? മനുഷ്യന് ഏത് സമയവും ഉരുൾപൊട്ടി മരിക്കാമെന്ന് പറയുന്ന സ്ഥലത്ത്, വെള്ളപ്പൊക്കം ഉണ്ടായി നമുക്ക് ജീവൻ നഷ്ടപ്പെട്ടു പോകാമെന്ന് പറയുന്ന സ്ഥലത്ത് എങ്ങനെ സുരക്ഷിതമാകും? എന്തുകൊണ്ടാണ് സുരക്ഷിതമല്ലാത്തത് നമ്മൾ ആലോചിക്കേണ്ടത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയമായ പഠനത്തിനോ വിലയിരുത്തലിനോ നമ്മുടെ സമൂഹം ആവശ്യപ്പെടുന്നില്ല, ഗവൺമെന്റാണ് താല്പര്യം കാണിക്കുന്നില്ല. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഈ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഘടനകളുടെ വലിയൊരു സാധ്യത, പ്രസക്തി അവിടെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന, പക്ഷെ ഒരു പരിധിവരെ വയനാട്ടിലെ ഈ കൽക്കോരികളുടെ പ്രവർത്തനം നിർത്തുന്നതിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സംഘടനയ്ക്ക് ഒരു പങ്കില്ലേ? അല്ല, ഇത് കാലാകാലങ്ങളിൽ ഈ രംഗത്ത് പ്രവർത്തിച്ച ഒരുപാട് സംഘടനകളും പ്രവർത്തകരും ഒക്കെ ഉണ്ട്. അത് നമ്മൾ കാണാതിരിക്കും. ഇത് പിന്നെ ഇതൊന്നും ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഏതെങ്കിലും ഒരാളോ ഒരു വ്യക്തി, ലോകത്തിൽ എല്ലായിടത്തും പരിസ്ഥിതിക്ക് അനുകൂലമായിട്ടുള്ള വലിയ മൂവ്മെന്റുകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അത് ഈ കാലം ആവശ്യപ്പെടുന്നതും കാലം നിർവഹിക്കപ്പെടുന്ന ഒരു പ്രക്രിയയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ ഈ പറയുന്ന നമ്മളെ വയനാട് പ്രകൃതി സംരക്ഷണ സമിതി തകർന്നു പോയാലും വയനാട്ടിൽ ഇതേപോലെ കേട്ടോ, അത് അങ്ങനെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന പിന്നെ മേപ്പാടിയുടെ ആ ഒരു ടെറൈനിൽ സംഭവിച്ച എന്താണെന്ന് നമുക്കറിയാം. നൂറ്റാണ്ടുകളായുള്ള പ്രകൃതി ചൂഷണത്തിന്റെ ഇരകളാണ് യഥാർത്ഥത്തിൽ ഈ മനുഷ്യരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ കൊളോണിയൽ കാലത്ത് തുടങ്ങിയിട്ടുണ്ട് അവിടുത്തെ ഈ മരമുറി എന്ന് പറയുന്ന സാധനം. വലിയ മരനിവിടമായിരുന്നു അവിടുത്തെ. അവിടെ ചായത്തോട്ടങ്ങളൊക്കെ, ചായത്തോട്ടങ്ങൾക്ക് മുമ്പ് തന്നെ പിന്നെ ഈ പറയുന്ന വലിയ മരങ്ങൾ മുറിച്ച് കടത്തി നമ്മൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇംഗ്ലണ്ടിലേക്കും മറ്റിടങ്ങളിലേക്കും കൊണ്ടുവരുന്നു. അവിടെ നിന്നുള്ള നമ്മൾ ചാലിയാറിന്റെ ഉത്ഭവം എന്ന് പറയുന്ന ഒരു അനുകൂല ഘടകം ഉപയോഗപ്പെടുത്തി ഇവിടുന്ന് മരം മുറിച്ച് ചാലിയാറിലിട്ട് അത് കോഴിക്കോട് കൊണ്ടുപോയി, പിന്നെ ചാലിയാറിലൂടെ കോഴിക്കോട് കൊണ്ടുപോയി ബേപ്പൂരിൽ നിന്ന് വഴി അത് വിദേശത്തേക്ക് കടത്തിയിരുന്നു. അങ്ങനെ ഒരു മരം കൊള്ള നടന്നു. അതിനുശേഷമാണ് പിന്നെ ഈ പറയുന്ന തേയിലത്തോട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഈ തേയിലത്തോട്ടം ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള പിന്നെ പച്ചപ്പിന്റെ കവറും ഇല്ലാണ്ടാക്കി. അങ്ങനെ നിരന്തരമായി പിന്നീട് ഇപ്പോഴാണ് ഏറ്റവും പുതിയ കാലത്താണ് ഈ ടൂറിസം എന്ന് പറയുന്നത്. 1000-കണക്കിന് റിസോർട്ടുകളാണ് സാർ അവിടെ. എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുമോ അവിടെ? ഇത് അതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെ അത് പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. ഈ പറയുന്ന ഞാൻ പറഞ്ഞുതരാം, നമ്മളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, പ്രകൃതിക്ക് അനുസൃതമായാണ് കാര്യങ്ങൾ ചെയ്യുന്നത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാതെ പോകുന്നത്. വ്യാപകമായ തോതിൽ റോഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 300 ജീപ്പുകളാണ് എല്ലാ ദിനവും, 4 വീൽ ജീപ്പുകളാണ് 100 കണക്കിന് ട്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10,000-കണക്കിന് മനുഷ്യരാണ് അവധി ദിവസങ്ങളിൽ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊന്നും ജനങ്ങളെ അതായത് സ്വീകരിക്കാനുള്ള ഒരു ശേഷി ആ പ്രദേശത്തിനില്ല. ദുർബലമാണത്, പാരിസ്ഥിതികമായി ഭയങ്കര ദുർബലമായ ഒരു പ്രദേശമാണത്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. മനുഷ്യവാസമുള്ള സ്ഥലത്തല്ല ഇപ്പോൾ ഉരുൾ പൊട്ടിയിരിക്കുന്നത്. അല്ല, അത് സാർ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഇപ്പൊ മഴ ഇല്ലാത്തതുകൊണ്ട് മാത്രം ഇന്ന് ഇപ്പോൾ നമ്മൾ ഒരു മരം മുറിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നത്, കടലിൽ മഴ പെയ്യുന്നില്ല, കാടുള്ളതുകൊണ്ടാണോ എന്ന് ചോദിക്കുന്ന അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന്, അങ്ങനെ നേതാക്കന്മാരുള്ള ഒരു സ്ഥലത്തുനിന്ന് ഇതിനേക്കാൾ അപ്പുറത്തുള്ള ചോദ്യമൊക്കെ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. പിന്നെ ഈ ഉത്തരവൊന്നും നമ്മളല്ല പറയേണ്ടത്, നിങ്ങൾ തന്നെ സ്വയം ചോദിക്കുന്ന ആളുകൾക്ക് തന്നെ ഇതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടി വരുന്നു. നിങ്ങളുടെ കൂടെ മരിച്ചു, അതായത് ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ ഇല്ലാതായി പോകുന്നതിൽ നിങ്ങൾക്ക് ഒരു വേദനയും ഇല്ലെങ്കിൽ നിങ്ങളോട് എന്ത് ഉത്തരമാണ് നിങ്ങൾക്ക് വേണ്ടത്? പിന്നെ ആരോട് എന്ത് ഉത്തരമാണ് നമുക്ക് പറയാൻ പറ്റുക? പക്ഷെ നമുക്കിത് പറഞ്ഞുകൊണ്ടിരിക്കാം, പറയാന്നുള്ളത് തന്നെയാണ് അതിനൊരു കാരണം എന്ന് പറയുന്നത്. നമുക്ക് ഞാൻ പറഞ്ഞ പുതിയതായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് നിയന്ത്രണങ്ങൾ വരുത്താം. ഏറ്റവും ചുരുങ്ങിയ നമ്മുടെ ഏറ്റവും മിനിമം നമുക്ക് ഈ ഒരു കാലത്തെങ്കിലും ഈ ടൂറിസത്തെ കുറിച്ച് നമുക്കൊരു പുനർവിചിന്തനം നടത്തിക്കൂടെ? കാരണം ഞാൻ പറഞ്ഞത്, നിങ്ങൾ വയനാട് സുരക്ഷിതമാണെന്നാണല്ലോ മുദ്രാവാക്യമാണ് മുന്നിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് സുരക്ഷിതം? അത് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം വേണ്ട. എന്ത് ചെയ്തു നമ്മൾ? ഏകദേശം കുറേ വർഷങ്ങളായാലും നമ്മൾ ഈ റോഡ് അടച്ചിട്ട്, നമ്മൾ മൈസൂർ പിന്നെ ബത്തേരി റോഡ്, അതിനെക്കുറിച്ചിട്ട് എന്താ ഒരു അഭിപ്രായം? 2009 ഈ പിന്നെ മുത്തങ്ങയിൽ റോഡ് അടയ്ക്കുന്നത്. ഏതാണ്ട് ഇപ്പം പിന്നെ 15 വർഷമായി. 15 വർഷമായി ഈ പറയുന്ന റോഡ് അടച്ച സമയത്ത് ഒക്കെ വലിയ കലഹമൊക്കെ ഉണ്ടായിരുന്നു. വലിയ തോതിൽ പിന്നെ ആളുകൾ പ്രയാസപ്പെടുന്നു എന്നുള്ള പ്രചാരണം ഉണ്ടായി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് പല രീതിയിലുള്ള പഠനങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പഠനങ്ങൾ കണ്ടു, അതൊക്കെ ശ്രമിച്ചു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെ, നമ്മൾ ഈ പിന്നെ ലോകം മുഴുവനും
പരിസ്ഥിതിയെ കുറിച്ചിട്ടും വനത്തെക്കുറിച്ചൊക്കെ നിരന്തരം കൂടുതൽ ബോധവാന്മാരും ഒക്കെ ചെയ്യുന്ന ഒരു ലോക പരിസ്ഥിതിയുണ്ട്. അവിടെയാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു നിയന്ത്രണത്തെ നമ്മൾ ഭയങ്കര ബാലിശമായ ചില കാര്യങ്ങൾ കൊണ്ട് എതിർക്കുന്നത്. ഒന്ന്, നമ്മളുടെ ഈ ഒരു സമൂഹം ഈ പറയുന്ന വനത്തിനോടും അല്ലെങ്കിൽ വന്യജീവികളോടൊക്കെ കാണിക്കുന്ന ഈ പറയുന്ന ഒരു അവഗണന, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, അത് നമ്മളൊരു പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്. യാത്രാ നിയന്ത്രണം വരാനുള്ള അതിൻ്റെ ഒരു കാരണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മളുടെ ഈ റൂട്ടിൽ കോഴിക്കോട് മൈസൂർ പാതയിൽ ഈ പറയുന്ന മുത്തങ്ങ വനത്തിനുള്ളിലൂടെ കർണാടകയിൽ ഏതാണ്ട് 10-40 കിലോമീറ്ററോളം വനത്തിനുള്ളിലൂടെയുള്ള നിരവധി അപകടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് അനിമൽ കാഷ്വാലിറ്റി ഉണ്ടാവുകയാണ്, അനിമൽ ഡെത്ത് ഉണ്ടാവുകയാണ്. 100 കണക്കിന് അനിമൽസിന് പരിക്ക് പറ്റിയിട്ട് അപകടത്തിലായി ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇത് നിരന്തരം നിയന്ത്രിക്കാനുള്ള പല ശ്രമങ്ങളുണ്ടായിട്ടും കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് ഈ പറയുന്ന. അപ്പോൾ അതിന് കണ്ടെത്തിയിട്ടുള്ള, അപ്പോൾ ഇത് സംബന്ധിച്ച് ചില പരിസ്ഥിതി സംഘടനകൾ കോടതിയെ സമീപിക്കും. ഈ കോടതിയുടെ നിർദ്ദേശമൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇത് അടയ്ക്കാനുള്ളൊരു കാരണത്തിലേക്ക് വരുന്നത്. അപ്പം ഇത് വീണ്ടും അപ്പം നമ്മൾ ആ ഒരു അടയ്ക്കുന്ന തീരുമാനത്തെയാണ് പലപ്പോഴും ഇവിടെയുള്ള പല വ്യാപാരികളായിട്ടുള്ള ആളുകളൊക്കെ വലിയ രീതിയിൽ എതിർത്തതും അതിനെതിരെ പ്രചരണം നടത്തും. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിനുശേഷം ഈ സംഭവം കോടതിയിലെത്തി. ഈ കോടതിയിൽ ഈ സംഭവത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിവരം നൽകാനും നമുക്ക് ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത് അവിടുത്തെ ഈ കോടതി തന്നെ ഈ പറയുന്ന ഇവിടുത്തെ അനിമൽ കാഷ്വാലിറ്റീസ് ഡോക്യുമെന്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. അത് കർണാടകയിലുള്ള ഓണററി വൈൽഡ് ലൈഫ് വാർഡനായുള്ള ഒരു ടൈഗർ റിസർവിൽ അതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി പ്രവർത്തിക്കുന്ന രാജ്കുമാർ എന്ന് പറയുന്ന ഒരു ഡോക്ടറെയാണ്. അദ്ദേഹം നടത്തിയ പഠനമുണ്ട്. ആ പഠനത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമുക്കുള്ളത്. ഏതാണ്ട് ഒരു മാസം തന്നെ 1000-ഓളം റോഡ് കില്ലിംഗ് ആണ് നടന്നതെന്നാ. അതിന് പല ആന മുതൽ കടുവ എല്ലാ തരത്തിലുള്ള ജീവികളും ഇത്തരത്തിലുള്ള കൊലയ്ക്ക് വിധേയമായിട്ടുണ്ട്. നമ്മളുടെ മനുഷ്യന്റെ അത്യാർത്തിയുടെ ഫലം മാത്രമായിട്ട്, അല്ലെങ്കിൽ ഉന്മാദത്തിന്റെ ഫലമായിട്ട് വിനോദസഞ്ചാരികൾ എന്ന വ്യാജേന കാടിൽ കടന്നു കയറി അതിക്രമം നടത്തുന്ന 100 കണക്കിന് ഇൻസിഡൻസ് ഇതേപോലെ ക്യാമറ ട്രാപ്പ് വെച്ചിട്ട് ചെയ്തു. ഇത് പല ഘട്ടങ്ങളിലായി ചെയ്തു. ഇതിലൊക്കെ നമുക്ക് ഈ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതും കൂടിയാണ് കോടതി പരിഗണിച്ചത്. ഇങ്ങനെ വളരെ ജെന്യൂനായിട്ട് ഒരു പരിഷ്കൃത സമൂഹം അംഗീകരിക്കായിരുന്നു ഇത് വേണ്ടത്. നമുക്ക് നമ്മളുടെ സമയത്തെ നമുക്ക് ക്രമീകരിക്കാൻ കഴിയണം. സാർ ഒന്നുമില്ല, ഒന്നും വന്നിട്ടില്ല നമുക്ക്. നമ്മൾ അല്ലെങ്കിൽ എന്തിനാണ് മൈസൂരിനെ ആശ്രയിക്കുന്നത്? ഞാനതല്ല, നമ്മളൊരു ക്ലോക്ക് മാത്രമാണിത്. ഈ ക്ലോക്ക് നമുക്ക് ഒന്ന് തിരിച്ചു വെച്ചാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മനുഷ്യനിൽ ഇത് ചെയ്യേണ്ടത്. ഞാൻ ചോദിക്കുന്നത്, വാൻ അനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന കോൺഫ്ലിക്റ്റ് എന്ന വാക്ക് പോലും തെറ്റാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ഇന്റർഫേസിംഗ് ആണ് സത്യത്തിൽ. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള ഒരു മുഖാമുഖമാണ്. ഇത് ചരിത്രത്തിൽ എല്ലാ കാലത്തും ഈ തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മനുഷ്യർ പരിഷ്കൃതരായി എന്ന് അഹങ്കരിക്കുമ്പോൾ നമ്മൾ ഇതിനോട് നമ്മൾ താതാത്മ്യം പ്രാപിക്കണം. അതാണ് അതിൻ്റെ ശരിയെന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഈ പറയുന്ന ആദിവാസികളുടെ ഒരു ജീവിതമുണ്ട്. അവർ ഈ മൃഗങ്ങളുമായിട്ടൊരു കോലിവിങ് ആയിരുന്നു, ഒന്നിച്ചായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം കുറിച്ചാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇവിടുന്ന്. നമ്മളെ പുൽപ്പള്ളി ബത്തേരി പുൽപ്പള്ളി റോഡിൽ നിന്ന് ചതലയം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 8 കിലോമീറ്റർ കാട്ടിലൂടെ നടന്നാലാണ് അങ്ങോട്ട് എത്തുക. അവിടെ ഒരു മനുഷ്യവാസ കേന്ദ്രം ഉണ്ടായിരുന്നു. കുറേ ആളുകളെ മാറ്റി പാർപ്പിച്ചു. സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി അവരെ പകുതി ആളുകളെ മാറ്റി പാർപ്പിച്ചു. ഇപ്പോഴും അവിടെ ആദിവാസികൾ താമസിക്കുന്നുണ്ട്, പണിയരായിട്ടുള്ള ആളുകൾ താമസിക്കുന്നുണ്ട്, കാട്ടുനൈക്കരായിട്ടുള്ള ആളുകൾ താമസിക്കുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ അനുഭവം പറയുന്നത്, ചെറിയ കല്ലുകൾ കയ്യിലെടുത്തിട്ടാണ് ഞങ്ങൾ റോഡ് നടന്നു പോകാന്നാ പറയുന്നത്. ഈ കല്ലുകൾ ഇങ്ങനെ കുലിക്കാൻ മതി. ഈ ശബ്ദം കൊണ്ട് ഞങ്ങളുടെ വഴിയിലുള്ള ഞങ്ങൾ നടന്നു പോകുന്ന വഴിയിലുള്ള കടുവയോ ആനയോ ഒക്കെ മാറി നിൽക്കുമായിരുന്നു. ഇത്രമാത്രം സാഹോദര്യത്തോടുകൂടി ജീവിച്ച ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. ഇപ്പോൾ പക്ഷെ എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായി മനുഷ്യനിലുണ്ടായതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെയും ബിഹേവിയറൽ ആയിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് വരെ പറയുന്നുണ്ട്. ഇപ്പൊ എന്താ പറയാ, നെല്ല് കൃഷി ചെയ്യുന്ന ആളുകൾ നെല്ലിന് കാവല് കിടന്നിട്ടാണ് ഈ മൃഗങ്ങളെ തുരത്തിയിരുന്നത്. അവർ ചെറിയ ശബ്ദം ഉണ്ടാക്കിയോ അല്ലെങ്കിൽ ചെറിയ പടക്കം പൊട്ടിച്ചോ അല്ലെങ്കിൽ രാത്രിയിൽ പാട്ട കൊട്ടിയോ പാട്ടുപാടിയോ ഒക്കെയാണ് ആളുകൾ, ഒരു തൊടി കൊട്ടിയിട്ടൊക്കെയാണ് ആൾ ഇതിനെ ഓടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം എന്നുണ്ടെങ്കിൽ വലിയ പടക്കം പൊട്ടിച്ചാൽ പോലും പോവാത്ത രീതിയിൽ അനിമൽസും കൂടുതൽ വയലന്റ് ആയി മാറുന്നു. അത് ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായി എന്ന് പറയുമെന്നുണ്ടെങ്കിൽ കാട് മുഴുവനും ശുഷ്കമാണ്. നമ്മൾ വന നിയമങ്ങൾ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. കാടിന് ഒരു കാരണവശാലും അതിനെ ഏതെങ്കിലും തരത്തിൽ നവീകരിക്കാനോ അതിനെ പുനരുദ്ധരിക്കാനോ ഒരു ശ്രമം ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പോപ്പുലേഷന്റെ കാര്യത്തിൽ മാത്രം, മനുഷ്യന്റെ പോപ്പുലേഷനെ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. 50 കൊല്ലം മുമ്പുള്ള വയനാട്ടിലെ പോപ്പുലേഷനും ഇന്നത്തെ പോപ്പുലേഷനും എങ്ങനെയാണ് ഇതിന് മാനിക്കാൻ പറ്റുക? നമുക്ക് വനത്തിന്റെ അളവ് കുറഞ്ഞിട്ട് കൂടിയിട്ടേ ഇല്ല. വനത്തിന്റെ അളവ്, മനുഷ്യൻ കടന്നു കയറുന്ന വനത്തിന്റെ അളവ്, ഒരു അളവ് എന്നുള്ള നിലയിൽ ചിലപ്പോൾ അല്പം കുറവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മനുഷ്യർ കടന്നു കയറി
കയറുന്നതിന്റെ വ്യാപ്തി എന്ന് പറഞ്ഞെങ്കിൽ ചില്ലറയൊന്നുമല്ല. വൻ തോതിലുള്ള മനുഷ്യർ കാട്ടിനുള്ളിൽ കടന്നു വരും. നിങ്ങളൊരു കാര്യം ആലോചിച്ചു, ഇപ്പോൾ വെറും കാല് ഏതാണ്ട് 25,000-ഓളം കന്നുകാലികളാണ് കാടിനുള്ളിൽ മാത്രം താമസിക്കുന്നത്. ചെറുകിട മൃഗങ്ങൾ, ചെറിയ മൃഗങ്ങളായ മാന്, കാട്ടുപോത്ത് തുടങ്ങിയ ജീവികളും കൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം ഈ പുല്ലാണ്. ഈ പുല്ലാണ് ഈ പറയുന്ന 25,000-ഓളം അനിമൽസ് നമ്മളെ ഇതിന്റെ ചുറ്റും നടത്തുന്ന ഉള്ള വീടുകളിലെ ആളുകൾ വളർത്തിയിട്ട് ഇപ്പോൾ കാട്ടിൽ നിന്ന് പിന്നെ ഭക്ഷണമായിട്ട് സ്വീകരിക്കുന്നത്. എങ്ങനെ ഇത് ബാലൻസ് ചെയ്യാത്? പിന്നെ എങ്ങനെയാണ് ഈ കാട്ടാടും ഈ പറയുന്ന ഇത് എന്താണ് മാനുകൾ പോലെയുള്ള മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരാതിരിക്കുക? പിന്നെ കാടും നാടും വേർതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വെറും സ്റ്റുപ്പിഡായിട്ടുള്ള ഐഡിയ ആണ്. ആരാണ് കാടിനും നാടിനും വേർതിരിവ് ഉണ്ടാക്കിയത്? ആരാണ് അതിരുണ്ടാക്കിയത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ അതിര് നമ്മളിടുന്ന അതിരാണ് സാർ. എങ്ങനെയാണ് സാർ ഒരു വൈൽഡ് അനിമലിന് എന്ത് സർവേ, എന്ത് അതിരാണുള്ളത്? അവരുടെ അവർക്ക് ഭക്ഷണം തേടുന്നു. ഒരു അനിമലും നിങ്ങളെ പ്ലാൻ ചെയ്തിട്ട് ഒരാളെ ആക്രമിക്കുന്നില്ലല്ലോ. അന്ന് വിചാരിക്കണം നമ്മൾ മനുഷ്യന് മാത്രമേ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നിങ്ങൾ വിവേകമുള്ളതാണെന്ന് നിങ്ങൾ ധരിച്ചാൽ മാത്രം പോയി, അത് തെളിയിപ്പിക്കാനുള്ള ബാധ്യത കൂടിയുണ്ട്. ആ ബാധ്യത നിങ്ങൾക്കുണ്ട്. അതാണ് ഇതിലെ നമ്മൾ ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത്. വരൂ, ഉള്ളിവട ഉണ്ടല്ലോ. ഞങ്ങൾ ഈ ഉള്ളിവടയുടെ ഇത് കേട്ടിട്ട് വന്നാണ്. അവിടേക്ക് ഇരിക്കണോ? അപ്പോൾ ഇവിടെ ആകുമ്പോൾ നല്ല എടുത്തിട്ട്. പിന്നെ എനിക്കൊരു വിത്തൗട്ട് പിന്നെ വിത്തൗട്ട് കാപ്പി ആയിക്കോട്ടെ കേട്ടോ. രണ്ട് ചായ. കാപ്പി എനിക്കാണ്. ചായ ഒന്ന് നല്ല പൊട്ടിക്കട്ടൻ. ഇത് നമ്മളെ ക്യാമറമാനാണ് കേട്ടോ. അല്ല, നമ്മളെ പുസ്തകങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഒരു പുസ്തകം നമ്മൾ വിട്ടുപോയിരുന്നല്ലോ, അത് നമ്മൾ പറഞ്ഞില്ലല്ലോ. ഞാനൊരു ഏറ്റവും അവസാനത്തെ പുസ്തകം എന്ന് പറയുന്നത് ഡോക്ടർ ബി എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഞാൻ എഴുതിയതിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നൊരു പുസ്തകമായിരുന്നു. കുറേ കാരണങ്ങളുണ്ട്. വലിയ പുസ്തകമാണ്, ഏതാണ്ട് 450 പേജോളം ഉണ്ട്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘമാണ് അത് പ്രസിദ്ധീകരിച്ചത്. അതായത് 1927 ജനിച്ച ഒരു ഡോക്ടർ, ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിക്കുന്നു. അദ്ദേഹം ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂറോ സർജനായിരുന്നു. കുമാർ ബാഹുലെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് ഡോക്ടർ ബി എന്നാണ്. അങ്ങനെയാണ് ആ പുസ്തകത്തിന് ആ പേരിട്ടത്. അദ്ദേഹത്തിൻ്റെ പുസ്തകം നമ്മൾ ഈ കാരണം പുസ്തകത്തിൽ നമുക്ക് നമ്മളുടെ ഒരു ഈ പറയുന്ന അനുഭവങ്ങളൊക്കെ എഴുതിയതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളൊരു സുഹൃത്താണ് വഴിയാണ് എനിക്ക് ഈ ഒരു സബ്ജക്റ്റ് കിട്ടുന്നത്. അങ്ങനെ ഞാൻ അവിടെ പോയി ആ ഡോക്ടറുടെ കൂടെ ഏതാണ്ട് 6 മാസത്തോളം ഞാൻ താമസിക്കുകയും ചെയ്തു. അതായത് ഗാന്ധിജി ജീവിച്ചിരിക്കുന്ന കാലത്ത്, ശ്രീനാരായണ ഗുരു മരിച്ചിട്ട് വേറെ 1 വർഷം കഴിഞ്ഞിട്ടുള്ള സമയത്ത് ജനിച്ചിരുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ 3 സഹോദരങ്ങൾ 5 വയസ്സിന് മുമ്പേ പട്ടിണി വന്ന് മരിച്ചു. വൈക്കത്തിനടുത്ത് ചെമ്മനാഗിരി എന്നൊരു ഗ്രാമത്തിലാണ് ഈ സ്കൂൾ. എങ്ങനെയൊക്കെയോ ഈ മനുഷ്യൻ വളരുകയാണ്. അദ്ദേഹം മദ്രാസ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടുന്നത് ഇദ്ദേഹം നടന്നു പോയി. അതായത് ഇയാൾ ചെമ്മനാഗിരിയിൽ നിന്ന് വൈക്കത്ത് സ്കൂളിലേക്ക് നടന്നു ഏതാണ്ട് 8-9 കിലോമീറ്റർ. അന്ന് അയിത്തം ഉണ്ടായിരുന്നു. മുതിർന്ന ജാതിക്കാരായിട്ടുള്ള ആളുകൾ പോകുന്ന വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയാതെ ഈ മനുഷ്യൻ വേറെ അതിൻ്റെ പാരലായിട്ട് ഊടുവഴികളിലൂടെയായിരുന്നു അങ്ങോട്ട് സഞ്ചരിച്ചത്. അപ്പം അങ്ങനെ ഒരു കാലത്ത് ജനിക്കുകയും അവിടെ വളരുകയും ഒക്കെ ചെയ്തിട്ടാണ് നമ്മുടെ സഹോദരൻ അയ്യപ്പൻ്റെ മകൻ എൻ്റെ കൂടെയൊക്കെയാണ് ഈ പഠനത്തിനൊക്കെ പോകുന്നത്. അപ്പം അദ്ദേഹം മെഡിക്കൽ കോളേജിൽ നിന്ന് കഴിഞ്ഞു. പിന്നെ കേരളത്തിൽ വരുന്നു. കേരളത്തിൽ ഈ പറയുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആദ്യത്തെ അധ്യാപകനായി മാറുന്നു. അങ്ങനെയാണ് അയാളുടെ എക്സ്പീരിയൻസ്. എന്നിട്ട് പിന്നെ അത് കൂടാതെ അദ്ദേഹം വന്നിട്ടുണ്ടെങ്കിൽ ഇയാൾ നിർബന്ധിത സൈനിക സേവനത്തിന് വിനിയോഗം. 3 വർഷം ഇയാൾ പട്ടാളത്തിലായിരുന്നു. കാരണം ഇന്ത്യ ചൈന വാറിൻ്റെ സമയത്ത് ഇദ്ദേഹം പട്ടാളത്തിൽ നിർബന്ധിത സൈനിക സേവനത്തിന് വിധേയപ്പെടുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഇയാൾ ഇവിടെ പല മെഡിക്കൽ കോളേജുകളിൽ ന്യൂറോ സർജറിയിലെ ഡോക്ടറായിട്ട് ചേരാൻ ശ്രമിക്കുകയും പരാജയപ്പെട്ടു പോവുകയും ചെയ്യുന്നത്. പരിഗണന കിട്ടാതെയാണ് ഇയാളൊരു അടുത്തൊരു പരിഹാരം എന്നുള്ള നിലയിലാണ് ഇയാൾ FRCPക്ക് പോകുന്നത്. അദ്ദേഹം അതിന് ചെയ്യുന്ന ചില ത്യാഗമൊക്കെ ഉണ്ട് ഈ മനുഷ്യൻ. അദ്ദേഹം വിവാഹം കഴിക്കുക ചെയ്യുന്നത്. കിട്ടിയ പണം ഉപയോഗിച്ചിട്ടാണ് ഇയാൾ അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ അവിടുത്തെ പഠനം പൂർത്തിയാക്കി വീണ്ടും കേരളത്തിൽ തിരിച്ചെത്തുന്നു. എന്നിട്ടും ഇയാൾക്ക് പരിഗണന കിട്ടുന്നത്. എന്നിട്ട് ഇയാൾ ഇവിടുത്തെ ഈ പറയുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇയാൾ കാനഡയിലേക്ക് ഒളിച്ചു കടന്നു പോകുക. അവിടെ അയാൾ താമസിച്ചു. അവിടുന്ന് US-ലെത്തി. US-ൽ വീണ്ടും ഇയാൾ പഠനത്തിന് ചേരുകയാണ്. ഇയാൾ പഠിച്ചു കഴിയുമ്പോൾ 20 വർഷത്തെ ഹയർ സ്റ്റഡിയാണ് ഇയാൾ പുറത്തേക്ക്. പഠിച്ചു കഴിയുന്ന സമയത്ത് ഈ മനുഷ്യൻ ലോകത്തിലെ നമ്പർ 1 ആയിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി 90 ആരോഗ്യ
സ്ഥാപനങ്ങൾ, ലോകത്തിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള 90 സ്ഥാപനങ്ങളാണ് ക്യൂ നിന്നത്. അത്രയും ഇയാൾ ലോകത്തിലെ തന്നെ ഏറ്റവും പിന്നെ വൈദഗ്ധ്യമുള്ള മൈക്രോ ന്യൂറോ സർജനായിരുന്നു. അങ്ങനെ അയാൾ അയാൾ സർക്കാരിൻ്റെ ഈ പറയുന്ന ഓഫറുകൾ മുഴുവൻ അയാൾ തള്ളിക്കളഞ്ഞിട്ട് ഈ മനുഷ്യൻ അവിടെ സ്വന്തം പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ US അതിനുള്ള സൗകര്യങ്ങളുള്ളതുകൊണ്ട് ബഫലോയിൽ ഇദ്ദേഹം പിന്നെ താമസമാക്കുന്നു. പിന്നെ ഇയാളൊരു വലിയ സമ്പന്നനായി മാറുകയും വലിയ ചികിത്സകനായി മാറുകയും ചെയ്തു. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ചികിത്സകൻ. ഇയാൾ സെയിലിംഗ് നടത്തുന്നു. ഇയാൾ ഈ പറയുന്ന എറി തടാകത്തിലൂടെ പിന്നെ മണിക്കൂറുകളോളം ഇയാൾ സെയിലിംഗ് നടത്തും. പിന്നെ കാർ ഓടിക്കും. വിമാനത്തിൽ ഇയാൾ പിന്നെ അവിടുന്ന് പിന്നെ കൊച്ചിയിൽ വന്ന് ഇവിടെ സർജറി ചെയ്തിട്ട് തിരിച്ചു പോകും. സ്വന്തമായി വിമാനം വാങ്ങിക്കുന്നു. അപ്പോൾ അയാൾ എന്നിട്ട് അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ള നിലയിലാണ് ചെമ്മനാഗരിയിലെ അയാളെ ഗ്രാമത്തിൽ ഇൻഡോ അമേരിക്കൻ ആശുപത്രി സ്ഥാപിക്കും. അപ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച ന്യൂറോജറി സെൻ്ററാണ് ഈ പറയുന്ന ചെമ്മനാഗരിയിൽ ഉണ്ടാക്കിയത്. ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലാണ്. അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനാണ്. വിചിത്രമായ ജീവിത രീതി കൊണ്ട് ഞെട്ടിക്കുന്ന ഒരു അനുഭവമുള്ളത്. അയാൾ ഇവിടെ തന്നെ നിന്നാൽ അതൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു എനിക്ക് തോന്നുന്നു. നമ്മുടെ സിസ്റ്റം അതാണ്. നമ്മളൊരിക്കലും നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു മനോനില എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ സാമൂഹ്യ മനോനില എന്ന് പറയുന്നത് ഭയങ്കരമായ ദുർഗ്രഹമാണ്. അതിനൊരു കാതലായ ഒരു ശക്തിയൊന്നുമില്ല, അത് ദുർബലമാണത്. അപ്പം സ്വാഭാവികമായിട്ടും ഈ കഴിവുള്ള മനുഷ്യരൊന്നും അംഗീകരിക്കാനേ അതിന് തയ്യാറല്ല എന്നുള്ളത്. നമ്മൾ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. നമ്മളിപ്പോൾ കുഞ്ഞാമൻ സാറിൻ്റെ കഥ അതാണ്. ഒടുവിൽ മരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. എന്നിട്ട് പോലും നമ്മുടെ സൊസൈറ്റിക്ക് അത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹത്തെ പോലെ ഒരു ദളിതനായിട്ടുള്ളൊരു മനുഷ്യന് അത്ര പിന്നെ അവഗാഹമുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള ഒരു മനുഷ്യന് തള്ളിക്കളിയാണ് ചെയ്തത് നമ്മുടെ സമൂഹം. ഇപ്പം നമ്മൾ KJ ബേബീനെ പോലും അങ്ങനെയാണ് ചെയ്യുന്നത്. പരീക്ഷണം നടത്തുന്ന മനുഷ്യരെ, പുതിയ കണ്ടെത്തലുകളിലേക്ക് ധൈര്യപൂർവ്വം നടന്നു പോകുന്ന മനുഷ്യരെ എല്ലാം തകർക്കുക എന്നുള്ളത് അംഗീകരിക്കാതിരിക്കുന്നതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്റ്റൈൽ എന്ന് പറയുന്നത്. അതിന് ദുരന്തം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതാണ് നമ്മളെ സൊസൈറ്റിയുടെ ഏറ്റവും വലിയൊരു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളിലൊന്ന്, ഞാൻ പൂർത്തിയാക്കിയ പുസ്തകങ്ങളിലൊന്ന് ഈ ഡോക്ടറെ കുറിച്ചുണ്ട്. കാരണം അത് അതിജീവനത്തിൻ്റെയാണ്. ഒരിക്കലും സാധ്യമല്ലാത്ത ഒരിടത്തു നിന്നാണ് ആ മനുഷ്യൻ വരുന്നത്. അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ആ രൂപത്തിലും അതിനെ നമ്മൾ സമീപിക്കണം. അയാൾ ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറല്ല. അയാൾ ഇവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് പിന്നെ നമ്മളുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇദ്ദേഹം അമേരിക്കൻ ചാരനാണെന്ന് മുദ്ര കുത്തുകയും ഇദ്ദേഹക്കെതിരെ പോസ്റ്ററുകൾ പതിക്കുകയും, അമേരിക്കൻ ചാരൻ തുലയട്ടെ, കുമാർ ബാഗലേക്ക് നാട് വിട്ടു പോകുക എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യങ്ങൾ എഴുതി ഒട്ടിച്ചതാണ്. അപ്പോൾ അതാണ് ആ മനുഷ്യൻ്റെ ഒരു പിന്നെ വലിയ എന്താ പറയുക, അങ്ങനെയാണ് നമ്മൾ ഈ സമൂഹത്തിൽ നമ്മൾ ഭയങ്കര ഹിപ്പോക്രസിയാണ് നമ്മളുടെ ഒരു മുഖമുദ്ര എന്ന് പറഞ്ഞത്. സമൂഹത്തിൻ്റെ ഹിപ്പോക്രസിയാണ്. സത്യസന്ധമായിട്ട് ഒന്നിനെയും ഉൾക്കൊള്ളാൻ കഴിയാത്ത, വെറും പിന്നോട്ട് മാത്രം ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സോഷ്യൽ ഘടനയാണ് നമുക്കുള്ളത്. അതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ ഈ സാമ്പത്തിക രംഗം ഇങ്ങനെ പിന്നോട്ട് തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് വളരെ റിയലായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് ഒരിക്കലും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. നമ്മളെ ഭൂപരിഷ്കരണം പോലും എന്തൊരു വ്യാജമായിരുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കൂ. വെറും പിന്നെ അതായത് ഭൂമിയുടെ അവകാശം വയനാട്ടിലെ ആദിവാസികളെ കുറിച്ച് മാത്രം നമ്മൾ പരിഗണിച്ചാൽ മതി. ഈ ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായി മുഴുവൻ ഭൂമി നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെ ഏറ്റവും പരിഷ്കൃതമെന്നും നമ്മൾ ഏറ്റവും വലിയ ഇതാണെന്ന് പറയുന്ന ഈ ഭൂനിയമം അങ്ങനെ. നിങ്ങൾ വേറെ ആലോചിച്ചു, കേരളത്തിലെ ആരോഗ്യരംഗം ഭയങ്കര റോൾ മോഡലാണെന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പിന്നെ ജീവിതശൈലി രോഗമില്ലാത്ത മനുഷ്യരില്ല ഇവിടെ. എല്ലാവരും പ്രമേഹ രോഗികളാണ്, എല്ലാവർക്കും കൊളസ്ട്രോളാണ്. നമ്മളുടെ ഭക്ഷണശീലം എന്താ? ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫുഡും നമുക്ക് 90% വിത്തൗട്ട് ചായ ചോദിക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, മധുരം കഴിക്കാൻ പറ്റുന്നില്ല, നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ഭൂമിയെ നമ്മൾ ഉപേക്ഷിച്ചു. ഒരാളും കൃഷി ചെയ്യുന്നില്ല. നമ്മൾ കൃഷിയെ കുറിച്ച് വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്ക് എന്ത് കൃഷി ചെയ്യാൻ? കൃഷിഭവനുകൾ ഒരുപാടുണ്ട്. അതാണ് അത് മാത്രമേ ഉള്ളൂ. കൃഷിഭവനുകളേ ഉള്ളൂ, കൃഷി ചെയ്യുന്നില്ല. ഇതാണ് നമ്മൾ ഈ പറയുന്ന മനുഷ്യരെയൊക്കെ ഞാൻ ജീവിതത്തിലൂടെ കടന്നുപോയത്. ഇതൊക്കെ ഇതിനെ അതിജീവിച്ച്, ഈ സിസ്റ്റത്തെ അതിജീവിച്ച മനുഷ്യരുടെ കഥകളാണ് എനിക്ക് എഴുതാൻ എൻ്റെ മുന്നിൽ വന്നതെന്നുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് ആ കഥകൾ ആ രൂപത്തിൽ തന്നെ എനിക്കത് എഴുതി പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത്. സന്തോഷം. നമ്മളിങ്ങനെ ഒരുപാട് ഈ ഉള്ളുവടയും കൂടി കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. നമുക്ക് പിരിയാം. ഓക്കെ.